ഇത് CBI-യോ ED-യോ അന്വേഷിക്കേണ്ട കേസാണെന്നും കമ്പനീസ് ആക്ടിൻ്റെ വയലേഷൻ 447, 448, 188 വകുപ്പുകളുടെ ലംഘനമാണെന്ന് കൃത്യമായി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പറയുന്നു. അത് അന്വേഷിക്കേണ്ടതാണ് എന്ന് പറയുന്നു. അവർ ശുപാർശ ചെയ്യുന്നു. അത് CBI-യെ കൊണ്ടും ED-യെ കൊണ്ടും അന്വേഷിക്കാതെ കോർപ്പറേറ്റ് മന്ത്രാലയത്തെ കൊണ്ട് അത് അന്വേഷിപ്പിക്കുന്നത് സംഘപരിവാർ നേതൃത്വവും CPM നേതൃത്വവും പിണറായി വിജയനും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ അന്വേഷിക്കാൻ. We are taking against those who break the law and those who are culprits. So they are accused, investigation will be done, fair investigation will happen, and everybody who is guilty will be punished. We don't see the face of the crime. We see the content and the gravity of the crime. അപ്പോൾ എക്സാലോജിക്ക് CMRL ഇടപാട് അടിമുടി ദുരൂഹമാണെന്ന് പറയുകയാണ് ROC അഥവാ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. എന്തിനാണ് സേവനം എന്ന് എക്സാലോജിക്ക് പറയുന്നില്ല. കമ്പനി മരവിപ്പിച്ചതുപോലും കള്ളവിവരങ്ങൾ നൽകിയാണ്. ED CBI അന്വേഷണം പോലും ശുപാർശ ചെയ്യുകയാണ് ROC. ഒരു ചുക്കും നടക്കില്ലെന്നും BJP CPM രാഷ്ട്രീയ ഒത്തുകളി തുടങ്ങിക്കഴിഞ്ഞെന്നും പറയുന്നു പ്രതിപക്ഷ VD സതീശൻ. രാഷ്ട്രീയ പ്രേരിത അന്വേഷണം എന്ന പതിവ് പ്രതിരോധവുമായി CPM രംഗത്തെത്തുമ്പോൾ കേരളത്തിന് അറിയണ്ടേ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയും CMRL-ഉം തമ്മിലെ ദുരൂഹ ഇടപാടുകളുടെ ഉള്ളുകളികൾ കതിരും പതിരും. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. പരാതിക്കാരൻ ശ്രീ ഷോൺ ജോർജ്, VP മുസ്തഫ, ശ്രീ അബിൻ വർഗീസ്, VP ശ്രീപത്മനാഭൻ എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ഷോണിലേക്ക് തന്നെ പോകുന്നു. ഷോൺ, ഇതൊരു 1.25 അല്ലെങ്കിൽ 1,72,00,000 കളിയല്ല. ഇത് 135 കോടിയുടെ കളിയാണ്. 135 കോടി ആ കമ്പനി കേരളത്തിൻ്റെ പല മേഖലകളിലേക്ക് പല രാഷ്ട്രീയക്കാരിലേക്ക് വാരിയെറിഞ്ഞത് എന്തിനാണ്? അവർ തന്നെ സമ്മതിക്കുന്നത് പോലെ ഈ കമ്പനി പലവിധ എതിർപ്പുകൾ നേരിടുമ്പോൾ എതിർപ്പുകളുടെ മുനയൊടിക്കാൻ കമ്പനി സുഗമമായി നടത്തിക്കൊണ്ടു പോകാൻ അവർ ചിലവാക്കിയ 135 കോടി. മലയാളത്തിൽ പറഞ്ഞാൽ കൈക്കൂലി, മലയാളത്തിൽ പറഞ്ഞാൽ പച്ചയ്ക്ക് പറഞ്ഞാൽ കൈക്കൂലി. ഷോൺ ജോർജ്, ഇവിടെ അതിൻ്റെ തുടർച്ചയിലാണ് ഈ 1,72,00,000 വരുന്നുള്ളൂ. ഇവിടെ ഈ സെക്ഷൻ 444, സെക്ഷൻ 448, ROC, കമ്പനികാര്യ മന്ത്രാലയം എന്നൊക്കെയുള്ള പരിമിതാന്വേഷണങ്ങളിൽ ഒതുങ്ങേണ്ട ഒന്നാണ് ഇത് എന്ന് ROC റിപ്പോർട്ട് വായിച്ചപ്പോൾ താങ്കൾക്ക് തോന്നിയോ ശ്രീ ഷോൺ ജോർജ്? എനിക്ക് ഈ വിഷയത്തിൽ കൃത്യമായി എന്തൊക്കെ എവിടെയൊക്കെ നടന്നിട്ടുണ്ട് എന്ന് നല്ല ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ഈ പരാതിയായി പോയത്. 1,72,00,000 പുറകെ അല്ല ഞാൻ പോയത്, 135 ലക്ഷത്തിൻ്റെയും പുറകെ അല്ല ഞാൻ പോയത്. കാരണം ഇത് 135 ലക്ഷത്തിൻ്റെ നിന്ന ഒരു അഴിമതിയൊന്നുമല്ല. കാരണം 1,72,00,000 രൂപ ഒഫീഷ്യലായി അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒഫീഷ്യൽ അല്ലാതെ അക്കൗണ്ടിൽ ഇതിനകത്ത് ഷെൽ കമ്പനി 135 കോടി രൂപ എല്ലാ അക്കൗണ്ട് വഴിയല്ല പോയിരിക്കുന്നത്. അവർ തന്നെ കമ്പനിയുടെ കീഴിൽ വിവിധ ട്രാൻസാക്ഷന് വേണ്ടി ഷെൽ കമ്പനികൾ രൂപീകരിച്ച് അതുവഴിയാണ് പോയിട്ടുള്ളത്. ഇത് എന്തിനാണ് ഈ 135 കോടി രൂപ വിതരണം ചെയ്തത്? അത് CMRL എന്ന് പറയുന്ന കമ്പനിയുടെ റോ മെറ്റീരിയൽ എന്നത് ഇലുമിനേറ്റ് എന്ന റോ മെറ്റീരിയലാണ്. ആ ഇലുമിനേറ്റ് സുലഭമായി കേരള തീരത്ത് അവൈലബിളായ, അതായത് തോട്ടപ്പള്ളി സ്പിൽവേ മുതൽ ആ മേഖലയിൽ ഉൾപ്പെടെ ആ ആലപ്പുഴ പ്രദേശത്തെ മുഴുവൻ കടലോര മേഖലയിലും അവൈലബിളായ ഇലുമിനേറ്റ് അത് PSU വഴി അല്ലാതെ മാത്രം നടത്താൻ പാടില്ല എന്ന് കേന്ദ്ര സർക്കാർ ഓർഡർ നിലനിൽക്കുമ്പോൾ തന്നെ അതിനെ മറികടന്നുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി 40,000 കോടി രൂപയുടെ ഇലുമിനേറ്റ് കേരള തീരത്തു നിന്നും കടത്തിന് പ്രതിഫലം 135 കോടി രൂപ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിലെത്രയോ വലുതാണ്. ഇവിടെ പല ഘട്ടങ്ങളിലായിട്ടാണ് ഇതിൻ്റെ ക്രൈംസ് എന്നുള്ളത്. ഒന്ന്, സെക്ഷൻ 455 അനുസരിച്ച് കമ്പനി ഡോർമെൻ്റ് ആക്കാൻ കൊടുത്ത എൻ്റെ പരാതിയിലെ ഒരു ഭാഗം മാത്രമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിന് വിവിധ ഘടകങ്ങളുണ്ട്. സെക്ഷൻ 447, 448, 449 അനുസരിച്ച് ഇത് കോർപ്പറേറ്റ് ഫ്രോഡിൽ 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ളൊരു കോർപ്പറേറ്റ് ഫ്രോഡ് നടന്നാൽ അത് അന്വേഷിക്കാൻ വേണ്ടി 2013 കമ്പനീസ് ആക്ടിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഏജൻസിയാണ് SFIO. ആ SFIയുടെ കീഴിൽ അതിനകത്ത് ROCയുടെ റിപ്പോർട്ടിനകത്ത് ഞാൻ കാണുന്ന ഒരു മിസ്റ്റേക്ക്, അവർ CBI എന്നും ED എന്നുമാണ് പരാമർശിച്ചിട്ടുള്ളത്. കാരണം ഒരു കോംപ്രഹെൻസീവ് ഏജൻസിയാണ് SFIO. ഈ CBIയെയും EDയെയും എന്തിന് കേരള പോലീസിനെയും വിജിലൻസിനെയും പോലും അവർക്ക് അന്വേഷണത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ കീഴിൽ
കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള എല്ലാ ഏജൻസിയും SFIയുമായി അന്വേഷണത്തിൽ സഹകരിക്കണമെന്നാണ് നിയമം. അതുകൊണ്ട് തന്നെയാണ് സെക്ഷൻ 210 അനുസരിച്ചുള്ള ഈ എൻക്വയറി പോരാ. സെക്ഷൻ 212 ക്ലോസ് 2 അനുസരിച്ചുള്ള എൻക്വയറി വേണമെന്ന് ഹൈക്കോടതിയിൽ ഞാൻ ആവശ്യപ്പെട്ടതിൻ്റെ കാര്യവും അടുത്ത ദിവസം അത് പരിഗണിക്കുന്നതിന് വേണ്ടിയാണ് 25-ാം തീയതി കേസ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതൊരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. ഷോൺ, ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ കാര്യത്തിലേക്ക് വന്നാൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് കൊച്ചി നടത്തിയ റെയ്ഡിലും അവരുടെ അന്വേഷണ റിപ്പോർട്ടിലും കൃത്യമായി എക്സാലോജിക്കിൽ നിന്നും ഈ തിരിമറി നടന്നിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ട് ഉണ്ടെന്ന അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത് ഡോർമെന്റ് ആക്കാൻ അപേക്ഷ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ ഗവൺമെൻറ് ആകാൻ അപേക്ഷ കൊടുക്കുമ്പോൾ സെക്ഷൻ 455 അനുസരിച്ച് അപേക്ഷ കൊടുക്കുമ്പോൾ പാലിക്കേണ്ടതായ ഒന്നും പാലിച്ചിട്ടില്ല. അതിനകത്തെ മാത്രമുള്ള ഒരു ക്രൈമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ നിരവധി ക്രൈമുണ്ട്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് ഇത് കൈക്കൂലിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മിനറൽസ് ആക്ട് അനുസരിച്ച് ഈ തീരദേശ ഖനനം നടത്തിയതിന് അതിന് കൃത്യമായ കുറ്റമുണ്ട്. അതുപോലെ തന്നെ അറ്റോമിക് എനർജി അതുമായി ബന്ധപ്പെട്ട കുറ്റങ്ങളുണ്ട്. അത് മാത്രമല്ല ഇവിടെ പീപ്പിൾസ് അപ്രിസിയേഷൻ ആക്ട് അനുസരിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കൈപ്പറ്റിയിട്ടുള്ള തുകയെ സംബന്ധിച്ച് അവിടെയും കൃത്യമായ ക്രൈം നടന്നിട്ടുണ്ട്. അങ്ങനെ നിരവധി വകുപ്പുകളാണ് ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലേക്കൊന്ന് വന്നാൽ ഷോൺ ഞാൻ പറയുന്നത് കേൾക്കാവുന്ന അറിയില്ല. ഷോൺ, മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലേക്കൊന്ന് വന്നാൽ ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളെ കേട്ടില്ല എന്നുള്ളതായിരുന്നു ആദ്യ CPM പ്രതിരോധം. ROC ബാംഗ്ലൂർ പറയുന്നു മുഖ്യമന്ത്രിയുടെ മകളെ കേട്ടു എന്ന് പറഞ്ഞാൽ CPM പുറത്തുവിട്ട അല്ലെങ്കിൽ എക്സാലോജിക് പുറത്തുവിട്ട ടാക്സ് അടച്ചു എന്ന രേഖയല്ലാതെ ഒരു രേഖയും എന്ത് സേവനത്തിനാണ് 1.25 കോടി എന്ന കാര്യം അവർ പറയുന്നില്ല. 1. 2, ഈ പറയുന്ന മരവിപ്പിക്കുന്നതിൽ പോലും 447, 48 വകുപ്പുകൾ ഇത്തരത്തിൽ കള്ളത്തെളിവുകൾ ഹാജരാക്കുന്നതും അല്ലെങ്കിൽ ഉള്ള തെളിവുകൾ മറച്ചുവെക്കുന്നതും ഒക്കെയാണല്ലോ. അങ്ങനെ ഏതൊക്കെ രീതിയിൽ CMRലും ROC ബാംഗ്ലൂർ റിപ്പോർട്ട് വായിച്ച ആൾ എന്നുള്ള നിലയ്ക്ക് ഏതൊക്കെ രീതിയിൽ CMRലും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടുകൾ ദുരൂഹതയുടെ പരമാവധിയാണ് എന്ന് സ്ഥാപിക്കുകയാണ് ROC ബാംഗ്ലൂർ. ഷോൺ, അതെ, ROC ബാംഗ്ലൂർ അതായത് നമ്മൾ കൊടുത്ത പ്രൈമറി റിപ്പോർട്ട് കൂടാതെ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തതിന് ശേഷം സെക്ഷൻ 206 അനുസരിച്ച് ഒരു പ്രൈമറി എൻക്വയറിയാണ് ROC ബാംഗ്ലൂർ നടത്തിയിട്ടുള്ളത്. ആ നടത്തിയിട്ടുള്ള എൻക്വയറിയിൽ തന്നെ അവർ കൊടുത്തിട്ടുള്ള ഷോക്കസ് നോട്ടീസിൽ കൊടുത്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി അല്ല എന്ന നിലയിലേക്ക് ആയതുകൊണ്ട് തന്നെയാണല്ലോ കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്ട്രി 210 അനുസരിച്ചുള്ള എൻക്വയറി ആവശ്യമാണെന്ന് പറഞ്ഞത്. ഇത് സുതാര്യമല്ലെന്ന് മാത്രമല്ല, ഈ 1,72,00,000 ഞാൻ പറഞ്ഞില്ലേ 1,72,00,000 ഒന്നും അല്ല. പക്ഷേ ഈ 1,72,00,000 കൃത്യമായി ഞാൻ ഒരു പച്ചമലയാളത്തിൽ എന്ത് ഉപദേശമാണ് ഒരു 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 ഇൻഡസ്ട്രിയൽ രംഗത്ത് നിൽക്കുന്ന അതും ഇലുമിനേറ്റ് പ്രോസസ്സ് ചെയ്യുന്ന ഒരു കമ്പനി എന്ത് ഉപദേശമാണ് വീണ വിജയനിൽ നിന്നും കൈപ്പറ്റുന്നത്? ഇത് അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് ഇത് കേട്ടാൽ മനസ്സിലായില്ല. എന്ത് ഉപദേശമാണ് വീണ വിജയനിൽ നിന്നും കൈപ്പറ്റാനുള്ളത്? ഇത് മാത്രമല്ല, എക്സാലോജി കമ്പനിക്ക് വിദേശ ഓപ്പറേഷൻസ് ഉണ്ട്, എക്സാലോജി കമ്പനിക്ക് UAE അക്കൗണ്ടുകളുണ്ട്. ഇതൊന്നും ഷോൺ ജോർജിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അന്വേഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത് SFI പോലെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ കഴിയുന്ന ശക്തമായ ഏജൻസികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കുള്ളൂ. ശരി, ഞാൻ എത്താം ഷോൺ. ഞാനിപ്പോൾ CPP പുസ്തകത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നിപ്പോൾ ഇതിൽ ശക്തമായ പ്രതിരോധം ഇന്ന് തീർക്കുകയാണ്. CPM സെക്രട്ടറിയുടെ ഒരു പ്രസ്താവനയാണ് വന്നതെങ്കിൽ ഇന്നിപ്പോൾ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പാർട്ടി മുഖപത്രത്തിൽ ED CBI പോലെയുള്ള രാഷ്ട്രീയ പ്രേരിത അന്വേഷണങ്ങളുടെ പുതിയ കാല പ്രസക്തിയെക്കുറിച്ച് വിശദമായിരുന്നു. അതിൽ പാർട്ടി നേതാക്കളുടെ ബന്ധുക്കളെ കൂടി ചേർക്കണം എന്ന ഒറ്റ വരിയിൽ ഒതുക്കുന്നു. പക്ഷേ AK ബാലൻ കുറച്ചുകൂടി വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞു. AK ബാലൻ്റെ ഒരു പ്രതികരണം, ഇന്നത്തെ പ്രതികരണം കേൾക്കാം. ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പിൽ വരണ്ടേ? ഇനി കൊടുത്തിട്ടില്ല എന്നാണെങ്കിൽ അവർ ഈ 3 കമ്മിറ്റിയെ വെച്ചിട്ടുണ്ടല്ലോ, ആ 3 കമ്മിറ്റിയോട് പറയട്ടെ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പം മനസ്സിലാവുമല്ലോ. ഇനി ഏതാ കൊടുക്കേണ്ടത് എന്നുള്ളതും മനസ്സിലാവുമല്ലോ. ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഇവർ അന്വേഷിക്കുന്നു. ഒന്നും കൊടുത്തിട്ടില്ല. ബാക്കി ഏത് രേഖയാണ്? ഏത് രേഖ? ഈ രണ്ട് ഇല്ലെന്ന് ആരാ പറയുന്നത്? ഏത് ROC? ബാംഗ്ലൂർ ROC അല്ലേ പറയുന്നത്? ഈ ബാംഗ്ലൂർ ROCയെ അന്വേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ചുമതലപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതെ, അന്നേരം ഈ രേഖകൾ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാവുമല്ലോ. നിങ്ങൾ പറയുന്നതല്ലേ? ശരി. മാത്രമല്ല അതിന്റെ കൂട്ടത്തിൽ ഒരു $1 ബില്യൺ ക്വസ്റ്റ്യൻ എന്ന മട്ടിൽ ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് AK ബാലൻ. ജസ്റ്റ് ആ ചോദ്യം ഒന്ന് കേൾക്കണം. അന്വേഷിച്ചിട്ട് കുറ്റക്കാർ ആരാണോ ശിക്ഷിക്കട്ടെ.
ഞാൻ ചോദിക്കട്ടെ, എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ CMRL-ന് ഇമ്മ്യൂണിറ്റി കൊടുത്തത്, പ്രോസിക്യൂഷൻ എടുക്കണ്ട എന്ന് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് പറഞ്ഞത്? നമ്പർ 1, അതിനുള്ള ഉത്തരം നിങ്ങൾ ചോദിക്കണം. ഇദ്ദേഹം കൊടുത്തിട്ടുള്ള കണക്കിന്റെ 70% ജെന്യൂൻ എക്സ്പെൻഡിച്ചർ ആണെന്ന് പറഞ്ഞ് ഇൻകം ടാക്സ് എക്സെപ്ഷൻ കൊടുത്തു ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ്. ശരി, അപ്പോ ആ കമ്പനിയെ സംബന്ധിച്ച് ശരി, എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ ഉണ്ടായില്ല, ടാക്സ് എക്സെപ്ഷൻ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. CVP മുസ്തഫ, ഇവിടെ AK ബാലൻ CPM-ന്റെ സമുന്നതനായ നേതാവാണ്, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അങ്ങനെ കേരളത്തിൽ തന്നെ ഏറ്റവും തലമുതിർന്ന ഒരു നേതാവ് എക്സാലോജിക്കിന്റെ ഒരു PRO-യെ പോലെ നിന്ന് വാദിച്ചതപ്പതിക്കുന്നത് കാണുന്നത് വലിയ സങ്കടവും വേദനയും ഉണ്ടാക്കുന്നതാണ്. ഇടതുപക്ഷ മനസ്സുകൾക്ക് വലിയ സങ്കടവും വേദന ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കേട്ടോ. താങ്കൾക്കും ഉണ്ടെന്ന് എനിക്ക് താങ്കൾ അത് പരസ്യമായി പറയില്ലെങ്കിലും പോട്ടെ, അത് തീരുമാനിക്കേണ്ടത് അങ്ങനെ CPM-ന്റെ അത്യുന്നതമായ പദവിയിലിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ആശയത്തിന്റെ ഭാഗവാഹകനായ ഒരാൾ ഒരു പേപ്പർ കമ്പനിയുടെ ഒരു PRO പോലെ വന്നു നിന്ന് വിറച്ചുകൊണ്ട് വാദിക്കണോ എന്നുള്ള തീരുമാനിക്കേണ്ടത് AK ബാലനാണ്. അതിന് വിടണോ എന്ന് തീരുമാനിക്കേണ്ടത് CPM-ആണ്. നിങ്ങളുടെ മാത്രം തീരുമാനം നിങ്ങൾ തീരുമാനിച്ചുള്ളൂ. പക്ഷേ AK ബാലൻ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ പോയില്ല? അതൊരു $1 ബില്യൺ ക്വസ്റ്റ്യൻ അല്ല എന്നേ. ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന് അതിന് ആവശ്യമില്ല. അവരുടെ പണി പ്രോസിക്യൂഷൻ അല്ല, അവരുടെ പണി ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ഇൻകം ടാക്സ് ആണ്, ആദായ നികുതി അടപ്പിക്കലാണ്. 135 കോടിയുടെ ആനുപാതികമായ ആദായ നികുതി അടപ്പിച്ച് തീർക്കലേ ഉള്ളൂ അവരുടെ പണി. അതൊക്കെ വെച്ച് എത്ര കാലം ഈ പ്രതിരോധം തുടരുമെന്നാണ് CVP മുസ്തഫ? എക്സാലോജിക്കിന്റെ PRO ആണ് സഖാവ് AK ബാലൻ എന്നൊക്കെയുള്ളത് താങ്കളുടെ അങ്ങേയറ്റം ദുഷ്ടചിന്തയിലുള്ള വ്യാഖ്യാനം മാത്രമാണ്. എന്നിട്ട് താങ്കൾ സ്വയം ഇടതുപക്ഷ മനസ്സുകൾക്ക് വേണ്ടി ഒരു വലിയ വക്താവുകയാണ്. താങ്കളെ ആരാ പണി ഏൽപ്പിച്ചിട്ടുള്ളത്? എക്സാലോജിക്കിന്റെ PRO പണി AK ബാലനെ ഏൽപ്പിച്ചിട്ടില്ലാത്തതുപോലെ തന്നെ കേരളത്തിലെ ഇടതുപക്ഷ മനസ്സിന്റെ PRO പണി താങ്കളെയും ഏൽപ്പിച്ചിട്ടില്ല, ഹാഷ്മിയെയും. ഇടതുപക്ഷ മനസ്സുകൾക്ക് PRO വേണ്ട സാർ. ഇടതുപക്ഷ മനസ്സിന്റെ PRO ആയിട്ട് ഇടതുപക്ഷ മനസ്സുകൾക്ക് PRO വേണ്ട മുസ്തഫ. ദുർബലമാവുകയാണ് എന്നൊന്നും വീമ്പടിക്കണ്ട. ഇടതുപക്ഷ മനസ്സുകൾക്ക് PRO വേണ്ട മുസ്തഫ. ഇന്ന് AK ബാലന്റെ ആ മൊത്തം വരുന്ന ആ വാർത്താ സമ്മേളനം എടുത്തു നോക്കൂ, അല്ലെങ്കിൽ പ്രതികരണം എടുത്തു നോക്കൂ. എന്ത് വീറും വാശിയോടെയുമാണെന്ന് ഒരു കമ്പനിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ നേരത്തെയും ഈ CPM-നെ പൊതുമന്തയിൽ അധിക്ഷേപിക്കാൻ കാരണമായ ജയ്ക്ക് ബാലകുമാറും PWC അടക്കം ദുരൂഹതയുള്ള ഒരു കമ്പനിക്ക് വേണ്ടി CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം നിന്ന് വാദിക്കുകയാണ് മുസ്തഫ. PRO-യെ പോലെ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എക്സാലോജിക്കിന്റെ ഒരു PRO-യെ പോലെ. താങ്കളുടേത് അങ്ങേയറ്റം നിലവാരം കുറഞ്ഞ ആക്ഷേപമാണ്. താങ്കൾ അങ്ങനെ ജഡ്ജിയൊന്നും ആവരുത്. താങ്കൾ ആരെ വിധികർത്താവാണോ? AK ബാലൻ PRO ആണെന്നൊക്കെ പ്രഖ്യാപിക്കാൻ അങ്ങനെയൊന്നും ആവേണ്ട കാര്യമില്ല. ഒരു മാന്യമായ സംവാദമാണെങ്കിൽ നമുക്കിരിക്കാം. ആ സംവാദത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന നിലവാരത്തിൽ സംസാരിക്കണം. അല്ലാതെ CPM-ന്റെ നേതാവിനെ ഒരു മാധ്യമപ്രവർത്തകൻ അയാൾക്ക് തോന്നിയതൊക്കെ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ഭാഷയിലാണ് ഞാൻ പ്രതികരിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഹാഷ്മി വേറെ ആരുടെയൊക്കെ പെയ്ഡ് പണിയെടുക്കുകയാണ്, അതിനു വേണ്ടിയിട്ട് CPM നേതാക്കളെ ആക്ഷേപിക്കുകയാണ് തനിക്കുള്ള ഈ അവസരം ഉപയോഗിച്ചിട്ട്. അത് വേറെ ആർക്കെന്നാ താങ്കൾ പൈസ മേടിച്ചെന്ന് ഞാൻ പറയട്ടെ എന്നാ? പിന്നെ താങ്കൾ പറഞ്ഞോളൂ, കുഴപ്പമില്ല. അല്ല മുസ്തഫ, താങ്കളത് പറഞ്ഞോളൂ. താങ്കൾ എന്തറിഞ്ഞിട്ടാ? അല്ല മുസ്തഫ, താങ്കളത് പറഞ്ഞോളൂ. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം, താങ്കൾ എത്ര നിലവാരം കുറഞ്ഞതാണ്? ഒരു മിനിറ്റ്, ഞാൻ എന്റെ എത്ര അല്ലല്ലേ കമ്പനിക്കാരുടെ പണം വാങ്ങിച്ചിട്ടാണോ സാർ? എന്റെ എത്ര നിലവാരം കുറഞ്ഞ ചോദ്യമാണ് താങ്കൾ പറഞ്ഞോളൂ. ഞാൻ പെയ്ഡ് മാധ്യമപ്രവർത്തകനാണെന്നുള്ള ആക്ഷേപം താങ്കൾ ഉന്നയിച്ചോളൂ. പക്ഷെ ചോദ്യമാണ് നിൽപ്പാണ്. ഇനി താങ്കൾ അതിൽ കവിഞ്ഞ് എന്ത് പറഞ്ഞാലും ഒരു സ്വകാര്യ കമ്പനിയുടെ, ഒരു സ്വകാര്യ വ്യക്തിയുടെ, സ്വകാര്യ കമ്പനിയുടെ മുഖ്യമന്ത്രിയുടെ മകളാണ് എന്നതുകൊണ്ട് മാത്രം CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം നിന്ന് ഇങ്ങനെ വാദിക്കണോ എന്നതിന്റെ ചോദ്യം അവിടെ നിൽപ്പാണ്. താങ്കൾ എന്നെ എത്ര പെയ്ഡ് മാധ്യമപ്രവർത്തകനോ ഇനി എന്ത് അധിക്ഷേപിച്ചാലും CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് VP മുസ്തഫ. എക്സാലോജിക് എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു കമ്പനിക്ക് വേണ്ടി നിന്ന് അങ്ങേയറ്റം വാദിക്കുന്നത്. അതുകൊണ്ട് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തെ താങ്കൾക്ക് എന്ത് വാക്ക് ഉപയോഗിച്ച് പറയാം. അതിന് തിരിച്ച് പെയ്ഡ് മാധ്യമപ്രവർത്തകനാണ് താനെന്ന് പറയുമ്പോ താങ്കൾക്ക് വലിയ പൊള്ളുന്നുണ്ടല്ലോ. ഒരു പൊള്ളലുമില്ല. എന്ത് വിളിച്ചാലും ആക്ഷേപിച്ചാൽ ഒരു പൊള്ളലുമില്ല സാർ. ഇല്ലാത്തതുകൊണ്ട് എന്തും പറയാമെന്നാണോ സാർ? ഒരു പൊള്ളലുമില്ല. ഞാൻ ചോദിക്കും, താങ്കൾ എന്ത് പറഞ്ഞോളൂ എന്നല്ലേ പറയുന്നത്? താങ്കൾ എന്തും എന്നെ പറഞ്ഞോളൂ. പക്ഷെ എന്റെ ചോദ്യത്തിന്റെ മറുപടി, കേന്ദ്ര കമ്മിറ്റി അംഗം പേപ്പർ കെട്ടടക്കം എടുത്തു വെച്ചുകൊണ്ട് CMRL-യും എക്സാലോജിയെയും അങ്ങ് ന്യായീകരിക്കുകയാണ്. അതെന്തിനാണ് എന്നൊരു ചോദ്യത്തിന്റെ കാതലായ മറുപടി അങ്ങയിൽ ഞാൻ പ്രതീക്ഷിച്ചു. താങ്കൾ എന്നെ എന്തും അധിക്ഷേപിച്ചോളൂ, എന്ത് സീമകൾ വിട്ട് അധിക്ഷേപിച്ചോളൂ, എനിക്കൊരു പ്രശ്നമില്ല കരുതി. അല്ല, അപ്പൊ താങ്കളല്ലേ തുടങ്ങി വെച്ചത്? AK ബാലനെ പോലെ തന്റെ വിദ്യാർത്ഥി കാലം തൊട്ട് SFIയുടെ കൊടി പിടിച്ച് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച് എതിരാളികളുടെ വാൾമുനകളിൽ നിന്ന് രക്ഷപ്പെട്ട്
ത്യാഗനിർഭരമായ രാഷ്ട്രീയ പ്രവർത്തനമുള്ള അങ്ങേയറ്റം ദളിത് വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരു സഖാവിനെ താങ്കൾ ഇങ്ങനെ ഒരു പീറ കമ്പനിയുടെ പിന്നെ എന്താ PRO എന്നൊക്കെ ആക്ഷേപിക്കുക. പീറ കമ്പനി ഞാൻ പറഞ്ഞില്ല, താങ്കളുടെ ഉള്ളിൽ കിടക്കുന്നതാണ് പീറ കമ്പനി. ഇതൊക്കെ എന്ത് സംവാദ സാർ? പീറ കമ്പനി ഞാൻ താങ്കളുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ബോധ്യം അങ്ങ് പുറത്തു വന്നതാണ് പീറ കമ്പനി. ഞാനത് പറഞ്ഞില്ല. എക്സാലോജിക് എന്ന് പറഞ്ഞാൽ മുമ്പും ഈ പറഞ്ഞ നേരത്തെയും CPM-നെ മറുപടി പറയാൻ നിർബന്ധിതമാക്കിയ ഒരു കമ്പനിയാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അതിനുവേണ്ടി താങ്കൾ ഈ പറയുന്ന ഞാൻ പൂർണ്ണ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് AK ബാലൻ. SFIയിലൂടെ വന്ന് DYFIയിലൂടെ വന്ന് ഒരു ദളിതനായ അതിന്റെ പരമോന്നതിലെത്തിയ രാഷ്ട്രീയത്തിന്റെ പരമത്തിലൊരു നേതാവ് ഇന്ന് വാദിക്കുകയാണെന്ന് താങ്കൾ പറഞ്ഞ പോലെ ഈ പീറ കമ്പനിക്ക് വേണ്ടി. താങ്കൾ യഥാർത്ഥത്തിൽ ചോദിക്കേണ്ട ചോദ്യം എന്തായിരുന്നു? ഇത് എക്സാലോജിക്കിന് വേണ്ടി CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്തിനാണ് ഇങ്ങനെ ഒരു കെട്ട് പേപ്പർ എടുത്ത്, അത് നല്ല ഭാഷ, പക്ഷെ അതിന് പകരം AK ബാലനെ പോലെയുള്ള ഒരു നേതാവിനെ താങ്കൾ ഇങ്ങനെ ആക്ഷേപിച്ചിട്ട് എന്നെ എന്തും പറയുന്നു എന്ന് പറയുന്നത് എന്ത് സംവാദ മര്യാദയാണ്? യഥാർത്ഥത്തിൽ ഒന്നാമത് ഈ PRO എന്ന് പറയുന്നത് തെറിവാക്കല്ല. പ്രയോഗം കൊണ്ട് ഒരു നേതാവിനെ താങ്കൾക്ക് അങ്ങനെ PRO എന്ന് പറയുന്നത് തെറിവാക്കല്ല. പബ്ലിക് റിലേഷൻ ഓഫീസർ എന്നുള്ളതാണ് PRO എന്നതിന്റെ ഫുൾ ഫോം. പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ജോലി പബ്ലിക് റിലേഷൻ ആണ്. കമ്പനിയുടെ പബ്ലിക് റിലേഷൻ ആണ് ജോലി. എക്സാലോജിക്കിന് വേണ്ടി വാദിക്കുന്ന AK ബാലനെ പബ്ലിക് റിലേഷൻ പോലെ തോന്നി എന്നാണ് ഞാൻ പറഞ്ഞത്. PRO എന്ന് പറഞ്ഞാൽ തെറിവാക്കാണോ? പബ്ലിക് റിലേഷൻ ഓഫീസർ എന്നല്ലേ? അല്ലല്ല, എക്സാലോജിക്കിന്റെ PRO ആണ് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന് ആക്ഷേപ രൂപത്തിലല്ലാതെ പിന്നെ ബഹുമതി പത്രമായിട്ട് കൊടുത്തതാണോ താങ്കൾ? ഇപ്പൊ പറഞ്ഞ താങ്കളത് വിട്ടിട്ട് കാര്യത്തിലേക്ക് വാ. ശരി, താങ്കൾ ബഹുമതി പത്രമാണെങ്കിൽ പിന്നെ ഈ തർക്കമില്ലല്ലോ. അത് വിട്ടേക്കോ, ആ തർക്കം വിട്ടേക്കോ. ഇനി വിഷയത്തിലേക്ക് വാ. പബ്ലിക് റിലേഷൻസ് ഓഫീസർ PRO പോലെ എന്നാണ് പറഞ്ഞത്. PRO ഞാൻ പറഞ്ഞില്ല. താങ്കൾ എന്താ ആക്ഷേപവും പറഞ്ഞിട്ട് തർക്കം വിട്ടേക്ക്? താങ്കളുടെ സൗകര്യം പോലെയാണോ? സർ, PRO പോലെ താങ്കൾ അതിൽ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ പിടിച്ചു നിന്നോളൂ. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. എന്ത് താങ്കൾ എന്താ ഔദാര്യ കാണിക്കുന്നത്? പിടിച്ചു നിന്നോ? നിങ്ങളുടെ ഔദാര്യത്തിനൊന്നും വന്നിരിക്കുന്നതല്ല ഇവിടെ. താങ്കൾ വിളിച്ചിട്ട് CPM നിയോഗിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നതാ. താങ്കൾ ഇങ്ങനെ ഔദാര്യം പോലെ പിടിച്ചു നിന്നോ ഇങ്ങനത്തെ ഒന്നും വാക്കുപയോഗിക്കില്ല. ഇതൊന്നും ഒരു സംവാദ മര്യാദയല്ല. നിങ്ങളല്ലേ യഥാർത്ഥത്തിൽ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തെ താങ്കൾ പറയുന്ന പോലെ PRO എന്നുള്ളത് ഒരു ബഹുമതി പത്രം പോലെയാണ് പറഞ്ഞതെങ്കിൽ പിന്നെ ഇവിടെ തർക്കമില്ലല്ലോ. മുസ്തഫ ഞാനിൽ വിശദീകരിച്ചു. പബ്ലിക് റിലേഷൻ ഓഫീസറുടെ പണി ഒരു കമ്പനിയുടെ പബ്ലിക് റിലേഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ മുസ്തഫ, ഞാൻ പറയട്ടെ എക്സാലോജിക്കിന്റെ PRO പോലെ എന്ന് പറയുന്നത് കൊടിയ അധിക്ഷേപമായി തോന്നുന്ന അങ്ങേക്ക് എക്സാലോജിക്കിന് വേണ്ടി വാദിക്കുന്നത് തെറ്റാണെന്ന് തോന്നുന്നില്ല അല്ലേ? എക്സാലോജിക്കിന്റെ PRO എന്ന് പറയുന്നത് കൊടിയ അധിക്ഷേപവും പിൻവലിക്കപ്പെടേണ്ട മഹാപരാധം തോന്നുന്ന അങ്ങേക്ക് എക്സാലോജിക്കിന് വേണ്ടി കേന്ദ്ര കമ്മിറ്റി അംഗം വാദിക്കുന്നത് എന്ത് എന്ന ചോദ്യത്തിന് മറുപടി ഉണ്ടോ മുസ്തഫ? എന്റെ ചോദ്യം എന്റെ ചോദ്യത്തിന് കാതൽ അത് മാത്രമേ ഉള്ളൂ. അല്ല, അതിന് മറുപടി പറയാം. അതിന് മറുപടി നിശ്ചയമായി പറഞ്ഞിരിക്കും. ആ ചോദ്യം അന്തസ്സായ ഭാഷയിൽ ഉപയോഗിച്ചാൽ നിശ്ചയമായും മറുപടി പറഞ്ഞിരിക്കും. മറുപടി പറയാൻ തന്നെയാണ് ഇവിടെ വന്നിട്ടുമുള്ളത്. ശരി, അന്തസ്സായി ചോദിക്കുന്നു. ശരി, എന്നാ അന്തസ്സായി ചോദിക്കാം. അടിമുടി ക്രമക്കേടുകൾ പറയുന്ന എന്ത് സേവനത്തിന് പണം വാങ്ങിയെന്ന് വ്യക്തമാക്കാൻ താല്പര്യമില്ലാത്ത, മരവിപ്പിക്കുമ്പോൾ പോലും ഉടായ്പും ക്രമക്കേടും കാണിക്കുന്ന ഒരു കമ്പനിക്ക് വേണ്ടി എന്തുകൊണ്ടാണ് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ബഹുമാനായ ശ്രീ AK ബാലൻ വാദിക്കുന്നത്? ശ്രീ VPP മുസ്തഫ, എന്ന് താങ്കൾ ഇപ്പൊ പറഞ്ഞതൊക്കെ പോലെ പിന്നെ കൃത്യമായിട്ട് ചോദ്യം ചോദിച്ചാൽ പറയാം. പക്ഷെ താങ്കൾക്ക് മാന്യതയുണ്ടെങ്കിൽ, താങ്കൾ ഒരു നല്ല സംവാദകനും നല്ല മാധ്യമ പ്രവർത്തകനുമാണെങ്കിൽ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തെ ആക്ഷേപിക്കുന്ന രീതിയിൽ ഉപയോഗിച്ച പ്രയോഗം പിൻവലിക്കാൻ സന്നദ്ധനാകണം. അത് ഞാൻ ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നു. താങ്കൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, താങ്കൾ ഇപ്പോൾ CPM-നെ ധാർമ്മികതയും CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ ധാർമ്മികതയും എല്ലാം പഠിപ്പിക്കാനുള്ള ഇറങ്ങി പുറപ്പെട്ടത്. ആ ധാർമ്മികത താങ്കൾക്കുണ്ടെങ്കിൽ താങ്കൾക്കുള്ള അവസരത്തിൽ ഉപയോഗിച്ച് ആ വാചകം പിൻവലിക്കണം. ഇനി വിഷയത്തിലേക്ക് വരാം. കാരണം അത് താങ്കൾ ചെയ്തിട്ടുള്ള നെറികേടാണ്. ആ നെറികേടിന്റെ ഭാഷ പാടില്ലാത്തായിരുന്നു. ഇവിടെ എന്താ, ഞങ്ങൾ എക്സാലോജിക്കിന്റെ വക്കാലത്ത് എടുത്തിട്ടല്ല വന്നിട്ടുള്ളത്. ഇവിടെ ഞാനും സ്വാഭാവികമായിട്ടും ഇനി ഡിസ്കഷൻ തുടരുമ്പോൾ എക്സാലോജിക്കിന് വേണ്ടി സംസാരിക്കേണ്ടി വരും. പക്ഷെ അത് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുടെ വക്കാലത്ത് എടുത്തിട്ടല്ല. കാരണം എന്താ, എക്സാലോജിക്കിലൂടെയും
വീണ ടീയിലൂടെയും എല്ലാം നിങ്ങൾ ടാർഗറ്റ് വെക്കുന്നത് ആരെയാ? നിങ്ങൾക്ക് വീണ ടീ എന്ന് പറയുന്ന അല്ലെങ്കിൽ എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനിയോട് ഈ മാധ്യമങ്ങൾക്കോ കേരളീയ സമൂഹത്തിനോ എന്തെങ്കിലും താല്പര്യം ഉണ്ടാവുമോ? നാട്ടിൽ എത്രയേറെ കമ്പനികൾ പൊളിയുന്നുണ്ട്. ഇപ്പൊ ഹൈറിച്ച് വലിയ കോടികൾ മനുഷ്യരിൽ നിന്ന് പറ്റിച്ചിട്ട്, സാധാരണ മനുഷ്യരെ പറ്റിച്ചിട്ട് ഹൈറിച്ച് കമ്പനി പൊളിഞ്ഞു പോയില്ലേ? ഇവിടെ വടക്കേ മലബാറിൽ ഒരു റോയൽ ട്രാവൻകൂർ ഫൈനാൻസിയേഴ്സ് ഇതാ ഇപ്പോ ഈ കഴിഞ്ഞ ആഴ്ചകളിലാണ് അത് പൊളിഞ്ഞു പോയില്ലേ? എത്ര സാധാരണ മനുഷ്യരുടെ പണം? ആർക്കും ചർച്ചയല്ലല്ലോ. ഒരു പിന്നെ ഇതുപോലെയുള്ള മാധ്യമ ചർച്ചയും അത് എടുത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് ഏതെങ്കിലും കമ്പനികൾ പൊളിഞ്ഞു പോകുന്നതോ തട്ടിപ്പ് നടത്തുന്നതോ ആർക്കും ചർച്ചയാകില്ല. പക്ഷെ ഇവിടെ എക്സാലോജിക്കിലൂടെയും വീണയിലൂടെയും നിങ്ങളെല്ലാം ഉന്നം വെക്കുന്നത് CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെയാണ്. ആ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ പ്രതിരോധിക്കുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ എക്സാലോജിക്കിന്റെ PRO ആയിട്ടല്ല, CPM-നെതിരെ നിങ്ങളെല്ലാം തീർക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയമായ ആക്ഷേപങ്ങൾ. ഒരു രാഷ്ട്രീയ ആക്ഷേപവുമില്ല. ഒന്നാമത്തെ കാര്യം പറഞ്ഞ ഇന്ത്യൻ സിവിൽ ബോർഡാണ്, അതിൽ രാഷ്ട്രീയമില്ല. അത് ഈ പറയുന്നത് മാധ്യമങ്ങളല്ല, കോൺഗ്രസ് അല്ല, BJP അല്ല. രണ്ടാമത് പറഞ്ഞത് ROC ആണ്. ROC അത് മാത്രമല്ല മുസ്തഫ പറഞ്ഞത്. പിന്നെ ഉള്ള കാര്യം എക്സാലോജിക്കിന്റെ PROയെ പോലെ എന്ന് പറയുന്നത് എങ്ങനെയാണ് അധിക്ഷേപവും അസഭ്യഭാഷവും എനിക്ക് ഇപ്പോഴും സീരിയസ് ആയി മനസ്സിലാവുന്നില്ല. അതിന് കാരണം ഞാൻ പറയാനുള്ള കാരണം PRO എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ പബ്ലിക് റിലേഷൻ മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും പറയുന്ന ആളാണ്. എക്സാലോജിക്കിന്റെ ഒരാൾ പോലും ഇത്രയും ഡീറ്റെയിൽ ആയി പറയാൻ വരാതിരിക്കെ CPM കേന്ദ്ര കമ്മിറ്റി അംഗം അതുവന്നെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് എൻ്റെ ചോദ്യം. പോട്ടെ, വരുന്ന വാർത്ത എക്സാലോജിക്കിനെതിരെ ROC റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിക്കെതിരെയും പരാമർശമുണ്ടെന്നുള്ളതാണ്. CMRL മുഖ്യമന്ത്രിക്ക് പരോക്ഷ നിയന്ത്രണമുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് CMRL കമ്പനിയിൽ നിക്ഷേപമുണ്ടെന്നും പരാമർശമുണ്ട്. എക്സാലോജിക്കുമായി നടന്നത് തൽപരകക്ഷി ഇടപാടാണ്. ഇത് വെളിപ്പെടുത്താതിരുന്നത് നിയമലംഘനമാണെന്നും ROCയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ROC റിപ്പോർട്ടിന്റെ പകർപ്പ് 24-നുണ്ട്. ഷഫീദ് റാവുത്തറിലേക്ക് വരുന്നതിന് മുൻപ് അബിൻ ശ്രീ ഷോൺ ജോർജ് എത്ര വരെ ഉള്ളൂ? ഷോൺ, ഞാൻ എത്താമേ. അബിൻ ഇവിടെ എക്സാലോജിക്ക് എന്ന് പറയുന്ന കമ്പനി, ഞാൻ പേപ്പർ കമ്പനി എന്ന് പറയുമ്പോഴേക്കും അത് പീറ കമ്പനി എന്ന് മുസ്തഫ പറയുകയാണ്. അതിന്റെ PRO എന്ന് പറയുന്നത് ഗുരുതര അധിക്ഷേപമാണെന്ന് പറഞ്ഞു. പോട്ടെ, ഇനി മുസ്തഫയ്ക്ക് അതൊരു അധിക്ഷേപ വാക്കായി തോന്നുമെങ്കിൽ ഞാൻ പിൻവലിക്കാനും തയ്യാറാണ്. പക്ഷേ ഇത് കാതലായ പ്രശ്നം അവിടെ നിൽക്കലാണ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി നേതാവിനെ ആക്ഷേപിച്ചാൽ, എന്റെ പാർട്ടി നേതാവിനെ ആക്ഷേപിച്ചാൽ ആ ആക്ഷേപത്തിന് ഞാൻ മറുപടി പറയും. ബഹുമാനത്തോടെ മുഖവിലക്കെടുക്കുന്നു. ബഹുമാനത്തോടെ മുഖവിലക്കെടുക്കുന്നു. മര്യാദക്കുള്ള ഭാഷയ്ക്ക് താങ്കളോട് പറഞ്ഞു. അത് ഞാൻ ബഹുമാനത്തോടെ മുഖവിലക്കെടുക്കുന്നു. ഹാഷ്മി, ഇത് മര്യാദകേടാണ്. അത് ഞാൻ അങ്ങയുടെ പറയാൻ അവസരം തരാതെ നേരെ അപ്പുറത്തേക്ക് പോയിട്ട് ഈ സംസാരിച്ചു. അല്ല, അങ്ങ് സംസാരിച്ചു. അങ്ങ് സംസാരിച്ചു. അങ്ങയിലേക്ക് വരികയും ചെയ്യും. താങ്കൾ ഈ നെറികേട് കാണിക്കുക. ശരി, ഞാൻ അങ്ങയിലേക്ക് വന്നു. അങ്ങയുടെ വിയോജിപ്പ് പറഞ്ഞു. ആ വിയോജിപ്പ് അംഗീകരിച്ചു. പക്ഷെ താങ്കൾ നെറികേട് ആവർത്തിക്കുമ്പോൾ എനിക്ക് ഇടപെടേണ്ടി വരും. ശരി, ഇടപെട്ടോളൂ. ശരി, ഓക്കെ. അബിലേക്ക് വരുന്നുണ്ട്. ഷഫീദ് റാവുത്തിലേക്ക് പോകുന്നു. ഷഫീദ്, അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഈ പറയുന്ന കമ്പനികളുമായി ഇടപാടുമായി പരോക്ഷ ബന്ധമുണ്ട് എന്നുകൂടി ROC പറയുകയാണോ? അങ്ങനെയെങ്കിൽ അത് അതിഗുരുതരമായ പരിണാമഗുപ്തിയിലേക്ക് പോവുകയാണ് ഷഫീദ്. അശ്മി, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്ത് വന്നിരിക്കുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അത് ഗുരുതര സ്വഭാവത്തിലുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതായത് ഈ എക്സാലോജിക്കിന്റെ ഈ ചുമതലയുള്ളത് അല്ലെങ്കിൽ എക്സാലോജിക്കുമായി ബന്ധപ്പെടുത്തി വീണ വിജയന്റെ പേര് പറയുമ്പോൾ വീണ വിജയൻ മുഖ്യമന്ത്രിയുടെ മകളാണ് എന്നുള്ള കാര്യം പരാമർശിച്ചുകൊണ്ടാണ് റിപ്പോർട്ടിലെ ആ ഭാഗം ആരംഭിക്കുന്നത്. അതിൽ പറയുന്നത് CMRL KSIDCക്ക് ഓഹരിയുള്ള കമ്പനിയാണ്. ഇതുമൂലം മുഖ്യമന്ത്രിക്ക് CMRL പരോക്ഷ നിയന്ത്രണമുണ്ട്. ആ വാക്ക് തന്നെ സൂചിപ്പിക്കുന്നത് ആ വിധത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. ആ റിപ്പോർട്ടിൽ ആ കാര്യം പരാമർശിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ഹു ഡയറക്ട്ലി എക്സർസൈസ് കൺട്രോൾ ഓവർ KSIDC ആൻഡ് ഇൻഡയറക്ട്ലി ഓവർ CMRL. KSIDCയുമായി നേരിട്ടും അതേപോലെ തന്നെ CMRLുമായി പരോക്ഷമായും മുഖ്യമന്ത്രിക്ക് നിയന്ത്രണമുണ്ട് എന്നുള്ള കാര്യം ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രവുമല്ല, എക്സാലോജിക്കുമായി CMRL നടത്തിയത് തൽപര കക്ഷി ഇടപാടെന്നും ഇത് വെളിപ്പെടുത്താതിരുന്നത് നിയമലംഘനമെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഹഷ്മി. ഓക്കെ ഷഫീദ്. അബിൻ അപ്പോൾ അതാണ് എന്ന് പറഞ്ഞാൽ ROCയുടെ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടാണ്. ROC എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടന, ഒരു പൊളിറ്റിക്കൽ ഓർഗനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിൽ പറയൂ, അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളെ കേട്ടില്ല, ഒരിക്കലും കേട്ടില്ല, അത് സ്വാഭാവിക നീതിയുടെ ലംഘനം എന്ന് ആരോപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ROC ചോദിക്കുന്നു, നിങ്ങൾ ഈ പറയുന്ന സേവനത്തിന് എന്തൊക്കെയാണ് സേവനം നൽകിയത്? രേഖ തരൂ. രേഖയില്ല. കൊടുക്കാനുള്ള രേഖ എന്താണ്? GST അടച്ച രേഖ.
ആ ഒരൊറ്റ രേഖ മാത്രം വെച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞ് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ കഴിയും? ഇപ്പം രാഷ്ട്രീയ പ്രേരിതമാകും എന്നതിന് മുന്നനുഭവമൊക്കെ ഉണ്ട്. ഈ അന്വേഷണം എവിടെയും എത്തുന്ന വ്യക്തികളാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ അബിൻ. പക്ഷേ ഇതിൽ വ്യക്തത കേരള ജനത ആഗ്രഹിക്കുന്നുണ്ട് അബിൻ. അതായത് ശ്രീ ഹാഷ്മി, ഇപ്പോൾ CPM-ൻ്റെ പ്രതിനിധി ഇവിടെ ഇത്രമാത്രം വികാരഭരിതനാവേണ്ട യാതൊരു സാഹചര്യവുമില്ല. ഇപ്പോൾ കാരണം എന്താ, ഇപ്പോൾ എക്സാലോജിക് കമ്പനി, ആ കമ്പനി മുഖ്യമന്ത്രിയുടെ മകളുടെയാണ്, നമുക്കറിയാം. ഈ കമ്പനിയെക്കുറിച്ച് ഇത്ര നാൾ, ഇപ്പോൾ കഴിഞ്ഞ ഒരു 6 മാസത്തിന് മുകളിലായി IT സെറ്റിൽമെൻറ്റ് ബോർഡ് റിപ്പോർട്ട് വന്നതിന് ശേഷവും അല്ലാതെയും വിവിധ തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുകയാണ്. ഈ കമ്പനിയുടെ ഏതെങ്കിലും ഒരു പ്രതിനിധി ഇതേവരെ ഏതെങ്കിലും ഒരു മാധ്യമത്തിൻ്റെ മുമ്പിൽ വന്ന് ഈ സേവനങ്ങളാണ് ഞങ്ങൾ CMRL കൊടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? വേണ്ട, പത്രക്കുറിപ്പ് മതി. യഥാർത്ഥ പ്രശ്നം അതാണ്. ഒരു വാർത്താക്കുറിപ്പ് മതി. എക്സാലോജിക് കമ്പനിയുടെ ഒരു വാർത്താക്കുറിപ്പ് മതി. ഈ പറയുന്ന കാര്യങ്ങൾക്ക് അസംബന്ധമാണ് ഒറ്റ ഒരു വാർത്താക്കുറിപ്പ് അതെങ്കിലും മതി എന്നത് മാത്രം. അത് മാത്രമല്ല ഹാഷ്മി, ഈ പത്രക്കുറിപ്പ് ഇറക്കാത്തതിന് പുറമെ CPM-ൻ്റെ നേതാക്കന്മാർ ദിനം പ്രതി ആവേശത്തോടു കൂടി ഇറങ്ങുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയുടെ വാക്ക് കടമെടുത്താൽ ഈ കേരളത്തിലെ ഒരു പീറ കമ്പനിക്ക് വേണ്ടി, ഒരു പീറ സോഫ്റ്റ്വെയർ കമ്പനിക്ക് വാദമുഖങ്ങൾ നിരത്താൻ കഴിഞ്ഞ 6 മാസമായി കേരളത്തിലെ CPM-ൻ്റെ നേതാക്കന്മാർ വരിയായി ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ഇവരെ PRO എന്നല്ലാതെ പിന്നെ വേറെ ഏതെങ്കിലും പദം വിളിക്കാനുണ്ടോ ഹാഷ്മി? ഇനി അത് മാത്രമല്ല, ഇപ്പോൾ AD മുസ്തഫയ്ക്ക്, പ്രിയപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിക്ക് വികാരഭരിതനായല്ലോ. ശ്രീ മുസ്തഫ, താങ്കൾ ഇത്രയേറെ വികാരഭരിതനായി എന്നുണ്ടെങ്കിൽ താങ്കൾ പീറ കമ്പനി എന്ന് വിളിച്ച ആ കമ്പനിയുടെ ആദ്യത്തെ അഡ്രസ്സ് എവിടെയായിരുന്നു എന്ന് താങ്കൾക്കറിയാമോ? നിങ്ങളൊക്കെ ഇപ്പോൾ ന്യായീകരണമായി CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന സെക്രട്ടറിയും പാർക്കുന്ന ഫ്ലാറ്റിൻ്റെ അഡ്രസ്സാണ് എന്ന് ഇവിടെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ ഹാഷ്മി. ഈ കമ്പനി ആദ്യം രജിസ്റ്റർ ചെയ്യുമ്പോൾ CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ അഡ്രസ്സാണ് കൊടുത്തിരുന്നത്. പ്രിയപ്പെട്ട ഈ മുസ്തഫയ്ക്കൊക്കെ എന്തെങ്കിലും അതിനകത്ത് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആദ്യം CPM-നെ ചോദ്യം ചെയ്യും മുസ്തഫ. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ മകള് ഒരു വട്ട കമ്പനി, ഒരു കറക്ക് കമ്പനി, താങ്കളുടെ ഭാഷയിൽ ഒരു പീറ കമ്പനി തുടങ്ങിയിട്ട് ആ പീറ കമ്പനിക്ക് നിങ്ങളൊക്കെ വെയിലും മഴയും കൊണ്ട് നിങ്ങളുടെ ചോരയും നീരുമാക്കിയ AKG സെന്ററിന്റെ അഡ്രസ്സ് കൊടുത്ത് അവിടെ അഴിമതിയും സ്വജനപക്ഷപാതവും കാണിച്ചിട്ട് ആ പാർട്ടിയിൽ ഉള്ളിൽ ചോദ്യം ചെയ്യാനാവാതെ ഈ ചാനലിന് മുമ്പിൽ വന്ന് വികാരഭരിതനായിട്ട് വല്ല കാര്യവുമുണ്ടോ? ഇനി അത് മാത്രമല്ല, ഇവിടെ എത്ര കാലമായി നമ്മൾ ചോദിക്കുന്നു, ഒരൊറ്റ ചോദ്യമല്ലേ ഉള്ളൂ ഹാഷ്മി. എക്സലോജിക് കമ്പനി CMRL-മായി ഒരു കരാറുണ്ടാക്കി, ശരി, സമ്മതിച്ചു. ആ കരാറിൽ എന്ത് സേവനമാണ് കൊടുത്തത്? നമ്മുടെ ചോദ്യമേ ഇതേ ഉള്ളൂ. ആ ചോദ്യം ചോദിക്കുമ്പോൾ മറ്റേ എക്സലോജിക് കമ്പനിയും CMRL കമ്പനിയും തമ്മിലുള്ള കരാറ്, CMRL കമ്പനിയുടെ ഓഫീസിൻ്റെ ചില്ലിൽ MS വിൻഡോസ് പതിക്കാൻ വേണ്ടി അവർ കരാറെടുത്തുവെന്നും അതുപോലെ തന്നെ പവർ പോയിന്റ് ഉണ്ടാക്കാൻ വേണ്ടി കൂടുതൽ കോൺട്രാക്റ്റ് കൊടുത്തുവെന്നും എക്സൽ ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കുറേ പേപ്പർ മേടിച്ചുവെന്നും ഒക്കെ ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ വക്താക്കന്മാർ വന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നം. അല്ലെങ്കിൽ ഈ കമ്പനിയുടെ ഉടമസ്ഥർ പറയട്ടെ എന്താണ് ഇവർ CMRL-ന് കൊടുത്ത സേവനം. അപ്പോൾ ആ സേവനം കൊടുക്കുമ്പോൾ തന്നെ വേറെ ഒരു പ്രശ്നമുണ്ട്, കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. കാരണം എന്താ, KICDCക്ക് കൂടി ഓഹരിയുള്ള CMRL-ൽ എങ്ങനെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒരു കരാർ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് ആ വിഷയമാണ്. ഷോൺ എത്ര വരെ ഉള്ളൂ? ഒറ്റ ചോദ്യം ഷോണിനോട്. ഷോൺ ഇവിടെ ഞാൻ AK ബാലനെ കുറിച്ച് എക്സാലോജിക്കിന്റെ PRA പോലെ സംസാരിച്ചു എന്ന് ഞാൻ പറയുന്നത്, എനിക്ക് വളരെ ഇഷ്ടമുണ്ടായിരുന്ന വളരെ ഇഷ്ടമുള്ള നേതാവാണ്, വളരെ വളരെ സ്നേഹമുള്ളൊരു നേതാവാണ്. ആ നേതാവ് ഇത്തരത്തിൽ എക്സാലോജിക്കിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആത്മാവ് മൊത്തം എടുത്ത് വാദിക്കുന്ന പോലെ വളരെ വീറോടും വാശിയോടും വാദിക്കുന്നത് കണ്ട ഒരു വേദനയിൽ നിന്നാണ് ആ ചോദ്യം ഉണ്ടാകുന്നത്. പോട്ടെ, ഷോൺ കൂടിയ വാർത്താ സമ്മേളനം അല്ലെങ്കിൽ ആ പ്രതികരണങ്ങൾ കേട്ടതാണ്. AK ബാലൻ ചോദിക്കുന്നുണ്ട്, വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോയി, എന്തായി? എടുത്തോട്ടിക്കളഞ്ഞു എന്ന് മറ്റേ അന്വേഷണം ആവശ്യപ്പെട്ട് ഒന്നും ഉണ്ടായില്ലല്ലോ. ഇപ്പോൾ ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് പോലും പ്രോസിക്യൂഷൻ ശുപാർശ ഉണ്ടാവുന്നില്ല, ടാക്സ് എക്സംപ്ഷൻ CMRL കൊടുക്കുന്നു. ആ AK ബാലൻ പറഞ്ഞത് കേട്ടിരുന്നോ ഷോൺ? താങ്കളെ പറ്റി പറയുന്നുണ്ടതിൽ? അദ്ദേഹം പറഞ്ഞതിന് ഒരു ക്ലാരിഫിക്കേഷൻ ആദ്യം പറയാം. അദ്ദേഹം പറഞ്ഞ് 70%, 135 കോടി രൂപയിൽ 70% തുകയും അത് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് 70% തുകയും കമ്പനിയുടെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതാണെന്ന് അവർ കറക്റ്റ് ചെയ്തു, അവർ അക്സെപ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. എന്നാലും ബാക്കി 40 കോടി രൂപ ഉണ്ട്. ആ 40 കോടി രൂപയ്ക്കാണ് അകത്താണ് ഈ 1,72,00,000 രൂപ വരുന്നതെന്ന് ബഹുമാനപ്പെട്ട AK ഞാനും
ഏറെ ബഹുമാനിക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹമൊക്കെ ഇങ്ങനെ തരം താഴ്ന്ന കാണുമ്പോൾ ഏറെ ബുദ്ധിമുട്ടുണ്ട്. കാരണം പാർട്ടിക്ക് വേണ്ടിയല്ലല്ലോ, പാർട്ടിയുടെ ഒരു നേതാവിൻ്റെ മകൾ നടത്തിയ കമ്പനിക്ക് വേണ്ടിയും മറ്റും CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ഒന്നും ഇത്രയും അദ്ദേഹത്തെ ഞാൻ ഏറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സഖാവ് AK ബാലൻ ഇത്രയും തരം താഴാൻ പാടില്ല. പിന്നെ ഇദ്ദേഹം നമ്മുടെ മുസ്തഫ പറഞ്ഞ ഒരു കാര്യം കൂടെ ഒന്ന് കറക്റ്റ് ചെയ്തോട്ടെ. അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ്, അത് മുഖ്യമന്ത്രിയാണ് ഇതുവഴി നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. തീർച്ചയായിട്ടും അത് കറക്റ്റാണ്, നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റാണ്. ഞങ്ങൾ മുഖ്യമന്ത്രിയെ തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. കാരണം വീണ തൈക്കണ്ടിയിൽ എന്ന് പറയുന്ന കമലാ വിജയൻ്റെ മകള് പിണറായി വിജയൻ്റെ മകള എന്ന നിലയിലല്ല ഈ കേസ് വന്നിട്ടുള്ളത്. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മകളായി ഇരുന്നു കൊണ്ട് ആ കമ്പനി നടത്തിയ തട്ടിപ്പ് ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ വേറെ കേരളത്തിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് എത്രയോ കമ്പനികൾ എത്രയോ തട്ടിപ്പുകൾ നടത്തുന്നു, അതിൻ്റെ ഒന്നും പുറകെ നമ്മൾ പോവില്ല. ഇത് CMR-ൻ്റെ പുറകെ മാത്രം ആണെങ്കിൽ നമ്മൾ പോകേണ്ട കാര്യമില്ലല്ലോ. ഇവിടുത്തെ ഒരു രാഷ്ട്രീയ നേതൃത്വം കേരളത്തിൻ്റെ പൊതുമുതൽ കൊള്ള ചെയ്യാൻ വേണ്ടി ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. അതിന് മുഖ്യമന്ത്രിയുടെ ഭാര്യയും, അതുകൂടെ പറയട്ടെ, ഈ എക്സാലോജി കമ്പനിയുടെ അഡ്രസ്സ് അഭിനും പറഞ്ഞു അഡ്രസ്സ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന AK സെൻറ്ററിലാണ്. പക്ഷേ അതിനേക്കാൾ വലിയ കാര്യം മുഖ്യമന്ത്രിയുടെ ഭാര്യയാണ് ഈ കമ്പനിയുടെ ഗ്യാരണ്ടിയർ. ഇപ്പോൾ വീണ ഈ നോട്ടീസ് കൈപ്പറ്റിയില്ലെങ്കിൽ, ഇപ്പോൾ ROC അയക്കുന്ന നോട്ടീസ് കൈപ്പറ്റിയില്ലെങ്കിൽ ആ നോട്ടീസ് ഡയറക്റ്റ് ചെയ്ത് പോകേണ്ടത് അടുത്ത ആളെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലാ വിജയനാണ്. പിന്നെ 70 ഇപ്പോൾ അത് മുമ്പേ പറഞ്ഞല്ലേ ബാക്കി 30% എവിടെ? 30% ഒന്നും അല്ല, അതിനൊക്കെ അപ്പുറത്തേക്കുണ്ട്. ഞാൻ തീർത്തു പറയുന്നു, തീർച്ചയായിട്ടും ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നതും അല്ലെങ്കിൽ ഉദ്ദേശിച്ചിട്ടുള്ളതും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന അഴിമതി തന്നെയാണ്. ഞാനിപ്പോൾ പറയട്ടെ, പണ്ട് നമ്മൾ ഈ തമിഴ്നാട്ടിലൊരു മാഫിയയെക്കുറിച്ച് പറയായിരുന്നു, മന്നാർഗുഡി മാഫിയ എന്ന് നമ്മളൊരു പേര് പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ പഠിച്ചിടത്തോളം അറിഞ്ഞിടത്തോളം ഇത് തൈക്കണ്ടി മാഫിയാണ്. തൈക്കണ്ടി മാഫിയ എന്ന് കൃത്യമായി പറയുന്നത് എല്ലാ മേഖലയിലും എവിടെയൊക്കെ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ തെളിവില്ല എന്നുള്ളത് ശരിയാണ്. പല കാര്യവും തെളിവില്ല. ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യം, കോടികൾ മോട്ടിച്ചാൽ മാങ്ങ പറിച്ചപ്പോഴാണ് പിടിക്കപ്പെട്ടതെന്നുള്ളതേ ഉള്ളൂ. തെളിവില്ല എന്നുള്ളത് പല കാര്യത്തിലും കറക്റ്റാണ്. പക്ഷേ ഇത് തൈക്കണ്ടി തമിഴ്നാടിനെ ഒരു കാലത്ത് കവർന്നു തിന്നത് മന്നാർഗുഡി മാഫിയ ആണെങ്കിൽ ഇന്ന് കേരളത്തെ കവർന്നു തിന്നുന്ന അല്ലെങ്കിൽ കേരളത്തെ ചൂഷണം ചെയ്യുന്നത് തൈക്കണ്ടി മാഫിയാണ്. ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. അങ്ങോട്ടേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞു. അങ്ങ് എന്തായാലും ഇറങ്ങിക്കോളൂ. താങ്ക് യു ഷോൺ. പ്രേക്ഷകർ അറിവിലേക്ക് ഇതിപ്പോൾ എന്താണ് ഈ കമ്പനി കാര്യം നമ്മൾ വ്യക്തിയുടെ കാര്യം പറയുന്നത് പോലെയല്ല. എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ശമ്പളം കിട്ടുന്നതിന് ടാക്സ് പിടിച്ചു പോകുന്നുണ്ട്, അത് ടാക്സ് അങ്ങനെ പിടിച്ചു പോകില്ല. പക്ഷേ കമ്പനി കാര്യം വരുമ്പോഴേക്കും, കമ്പനിയുടെ കാര്യം വരുമ്പോഴേക്കും വരവ് ചെലവ് എന്ന രണ്ട് ഫാക്ടറുകൾ, വരവിൽ നിന്നും കമ്പനിക്കുള്ള ചെലവ് കഴിച്ചുള്ള വരുമാനത്തിനാണ് ടാക്സ് അടയ്ക്കുക. അപ്പോൾ ഇവർ പറഞ്ഞത് ഈ 135 കോടി രൂപ ഇത്തരത്തിൽ പല ആൾക്കാരെ കൊടുത്തു, അതുകൊണ്ട് അത് ചിലവാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇൻട്രീ സെറ്റിൽമെന്റ് ബോർഡ് പറയുന്നത് അത് ചിലവല്ല, അത് നിങ്ങൾ ചിലവൊന്നും വരുത്തിയതാണ്, നിങ്ങളുടെ ലാഭം തന്നെയാണെന്ന് പറയുന്നു. അപ്പോൾ 135 കോടിയുടെ ആനുപാതികമായ ടാക്സ്, 135 കോടി മൊത്തം ടാക്സ് അടക്കണമെന്നുമല്ല, 135 കോടിക്ക് ആനുപാതികമായ ടാക്സ് അടക്കണമെന്ന് പറഞ്ഞു. അവർ ടാക്സ് അടച്ചു. അതോടെ ഇൻ്ററിയം സെറ്റിൽമെന്റ് ബോർഡിൻ്റെ പരിപാടി കഴിഞ്ഞു. കാരണം അവരുടെ ജോലി അത് മാത്രമേ ഉള്ളൂ. ഞാൻ ശ്രീ മുസ്തഫയിലേക്ക് മറുപടി കേൾത്തും. അതിനു മുമ്പ് ശ്രീ VP ശ്രീപത്മനാഭൻ, ഇവിടെ ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ ED അയച്ചത് 4ാമത്തെ നോട്ടീസാണ് കേട്ടോ. അപ്പോൾ കെജ്രിവാൾ എന്നാലും മൈൻഡ് ചെയ്യുന്ന ഗോവയ്ക്ക് പോവുകയാണ്. അതിനു മുൻപ് അശോക് ഗെഹ്ലോട്ടിൻ്റെ മകൻ DK ശിവകുമാറിൻ്റെ മകൾ ഇവിടെ ഇലക്ഷൻ നടക്കുമ്പോൾ അവിടെ ഒരു മുഖ്യമന്ത്രി ആരായിരുന്നു? ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി. അങ്ങനെ നാട്ട് മുഴുവൻ ED നോട്ടീസ് അയക്കുന്ന ഒരു കാലത്ത് ഇവിടെ സ്വർണ്ണക്കടത്തിൽ ഏത് ഓഫീസാണ് നമ്മൾക്കെല്ലാം അറിയാം എന്ന് സാക്ഷാൽ പ്രധാനമന്ത്രി വന്നു പറയും. പക്ഷേ ആ ഓഫീസിലേക്ക് ഒരു നോട്ടീസോ ഒരു കുറി എഴുതിയ 4 ചോദ്യമോ പോലും പോവില്ല. ഇവിടെ ED അല്ലെങ്കിൽ CBI അന്വേഷണം വേണമെന്ന് ROC പറയും. പക്ഷേ അത് കമ്പനികാര്യ മന്ത്രാലയത്തിലേക്ക് വിടുകയുള്ളൂ. അബിൻ വർക്കിയുടെ പാർട്ടി ഇത് നിങ്ങളും CPM തമ്മിലുള്ള നഗ്നമായ ഒത്തുകളിയാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈ വസ്തുതകൾ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പ്രതിരോധിക്കുക? ശ്രീ പത്മനാഭൻ. ഞങ്ങൾക്കിതിൽ എന്ത് പ്രതിരോധിക്കേണ്ടതൊക്കെ എക്സാലോജിക്കിൻ്റെ ആ ഉടമസ്ഥന്മാരല്ലേ. ഞാൻ ഒരു സംഗതി വായിക്കാം, എന്നിട്ട് ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം തരാം. ദി സർവീസ് ലെവൽ എഗ്രീമെൻറ്റ് ബിറ്റ്വീൻ എക്സാലോജിക് ആൻഡ് CMRL ഷോഡ് ദാറ്റ് ദി സോഫ്റ്റ്വെയർ സർവീസസ് വെർ ടു ബി ഗിവൺ ഓൺലി ത്രൂ കമ്പനി. So how come Veena, the director of Exalogic Solutions Private Limited, received 55 lakhs from CMRL in an individual capacity? The ROC said the POSER was based on reports available in the public domain, episode of IT interim settlement report. Veena was asked to explain whether she was providing services in an individual capacity other than through Exalogic Solutions. ഇവിടെ അങ്ങനെ 2 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കമ്പനി മാത്രമല്ല പൈസ വാങ്ങിച്ചിരിക്കുന്നത്. 5 ലക്ഷം രൂപ കമ്പനിക്കും 3 ലക്ഷം രൂപ ആ വ്യക്തിക്കും കൊടുത്തിട്ടുണ്ട് മാസം. അപ്പോൾ 55 ലക്ഷം രൂപ ആ വ്യക്തി മാസം വാങ്ങിച്ചിട്ടുണ്ട്.
അതുകൊണ്ടാണ് ഇത് ഗുരുതരമായ ഒരു വിഷയമായി വരാൻ സാധ്യതയുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി താങ്കൾ പറഞ്ഞ ചോദ്യത്തിന് ഒന്ന്, ഏതൊരു ഓഫീസിലെ കേന്ദ്രീകരിച്ചിട്ടാണ് നേരത്തെ പ്രശ്നം ഉണ്ടായത്? ആ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലേ ജയിലിൽ കിടന്നത്? അല്ലേ? ആ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലേ ജയിലിൽ കിടന്നത്? അവിടെ നിൽക്കട്ടെ. പിന്നെ ഒത്തുകളി, ആര് തമ്മിൽ ഒത്തുകളി? ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസും അതിലെ ഘടകകക്ഷിയായ CPM തമ്മിലുള്ള ഒത്തുകളിയെ പറ്റിയിട്ടല്ലേ സംസാരിക്കേണ്ടത്? ഭാരതീയ ജനതാ പാർട്ടിയെ ഇന്ത്യയിലെ അധികാര സ്ഥാനത്ത് ഇറക്കി വിടാൻ വേണ്ടി ഉണ്ടാക്കിയ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസും അതിലെ ഒരു ചെറിയ ഘടകകക്ഷി CPM. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. ഈ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് റിപ്പോർട്ട് വരുന്നത് BJP സർക്കാരിൻ്റെ കീഴിലുള്ള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ? ഇപ്പോൾ ROC ഈ അന്വേഷണം നടത്തിയ അതിഗുരുതരമായ കണ്ടെത്തലുകൾ, അതായത് വ്യക്തിപരമായി പോലും പൈസ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ കണ്ടെത്തലുകൾ നടത്തിയ ROC കമ്പനി ലോ ബോർഡിൻ്റെ കീഴിലല്ലേ, കമ്പനി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലല്ലേ? അതിൻ്റെ മന്ത്രി നിർമ്മല സീതാരാമൻ അല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ EDയോ CBIയോ അന്വേഷിക്കണമെന്ന് ഉത്തരവ് അവർ ശുപാർശ ചെയ്തിരിക്കുന്നു. അതിൽ തീരുമാനമെടുക്കേണ്ടത് BJP സർക്കാരിൻ്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളല്ലേ? നിങ്ങൾ കാത്തിരിക്കൂ. അരവിന്ദ് കെജ്രിവാളിന് 4 തവണ സമൻസ് അയച്ചു. അരവിന്ദ് കെജ്രിവാൾ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ ഒരു തവണ ചോദ്യം ചെയ്തതാണ്. ഇനിയും ചില ക്ലാരിഫിക്കേഷൻസ് ചോദിക്കാനുണ്ട്. അയാൾ വളരെ പരിഹാസ്യമായ രീതിയിൽ നമ്മുടെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാളെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്താൽ ഇതേ കോൺഗ്രസിൻ്റെ ഡൽഹി യൂണിറ്റ് പ്രതിഷേധിക്കും. കാരണം ഇപ്പോൾ അവിടെ സഖ്യം വന്നിരിക്കുന്നു. 3 സീറ്റ് കോൺഗ്രസിനും 4 സീറ്റ് ആപ്പിനും അല്ലേ? പഞ്ചാബിൽ സഖ്യം വരുന്നു. ഇന്ത്യ മുന്നണിക്കാരൊക്കെ പ്രതികരിക്കില്ലേ ഞങ്ങളുടെ ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്? അപ്പോൾ നിയമപരമായ നടപടികൾ തുടരുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസ് ക്ലോസ് ചെയ്തില്ലല്ലോ. അയാൾക്ക് ഇന്ന് ഹാജരാവാൻ നോട്ടീസ് കൊടുത്ത ദിവസമാണ്. ധിക്കാരപരമായി പെരുമാറി അങ്ങൊരു ഗോവയിലേക്ക് പോയിരിക്കുക. നേരത്തെ മധ്യപ്രദേശ് ഇലക്ഷന് പോകാനുണ്ടെന്നാണ് പറഞ്ഞത്. മധ്യപ്രദേശിൽ നോട്ടേക്കാൾ പിറകിൽ, എത്രയോ പിറകിൽ. നമ്മുടെ വിഷയമല്ല. ഞാൻ ചോദ്യം അതായിരുന്നു. അവിടെ 3 മന്ത്രിമാർ ജയിലിലാണ്. അവിടെ 3 മന്ത്രിമാർ ജയിലിലാണ്. രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി മതിൽ ചാടിക്കിടന്ന് രാജ്യരാമൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ഇപ്പൊ താങ്കൾ പറയുകയാണ് മുഖ്യമന്ത്രി ഓഫീസിൽ ഒരു PR ശിവശങ്കർ അറസ്റ്റിലായല്ലോ. അറസ്റ്റിലായ കഥ, അദ്ദേഹത്തിന്റെ ചുമത്തിയ വകുപ്പുകൾ, അദ്ദേഹത്തിന്റെ ജാമ്യമൊക്കെ കേരള സമക്ഷം അറിയാം. 2000 വർഷങ്ങൾക്ക് മുൻപ് ഒരു ജൂലൈയിൽ പിടിച്ച ആ കേസിൽ ഇപ്പോഴും ആ ലോക്കറിലുള്ള പൈസ ഉണ്ടല്ലോ, ആ പൈസ സ്വർണ്ണക്കടത്തിന്റെ പൈസയാണോ ലൈഫ് മിഷന്റെ കിക്ക് ബാക്ക് ആണോ എന്ന് പോലും അറിയാതെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് വ്യക്തതയില്ല കേട്ടോ ശിവധൻ. പിന്നെ ഏതോ കാലത്ത് നിങ്ങൾ അപ്പോൾ പറയും നാഷണൽ അവാർഡ് എത്ര വർഷം വന്നോട്ടെ, ഇനി 50 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ആ കാസിൽ വ്യക്തത വരട്ടെ പത്മനാഭൻ. അതുകൊണ്ട് എല്ലാം അങ്ങ് നേരായ വഴിക്ക് എല്ലാം ഗംഭീരമായി പോകുന്നു എന്ന് വാദിച്ചളയല്ലേ? അല്ലല്ല, ഞാൻ ഒരു ലളിതമായൊരു ചോദ്യം ചോദിക്കട്ടെ. ഏതെങ്കിലും വ്യക്തിക്കെതിരെയുള്ള നിയമ നടപടി അവസാനിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ താങ്കൾ പറയുന്നത് കാലതാമസമാണ്. വൈറ്റ് കോളർ ഒഫൻസസ് ആണ്. അതിബുദ്ധിമാന്മാരായ കുറ്റവാളികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളാണ്. തെരുവിൽ മദ്യപിച്ച് അടിയുണ്ടാക്കുന്നവർ ചെയ്യുന്ന കുറ്റകൃത്യമല്ല. അതിബുദ്ധിമാന്മാരായ മുതിർന്ന അഭിഭാഷകരെ കണ്ട് ലക്ഷങ്ങൾ ഫീസ് കൊടുത്ത് പഴുതുകൾ കണ്ടെത്താൻ ശേഷിയുള്ള ബുദ്ധിമാൻ, വിദ്യാഭ്യാസമുള്ള, ബുദ്ധിപരമായ ഔന്നത്യമുള്ള, സാമ്പത്തികമായ ഔന്നത്യമുള്ള, ചട്ടങ്ങളും നിയമങ്ങളെ പറ്റി അറിവും ബോധവുമുള്ള ആളുകൾ ചെയ്യുന്ന കുറ്റകൃത്യമാണ്. അപ്പോൾ ഇതിന്റെ പ്രൊസീഡിങ്സ് ഒളിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നടപടികൾ മറച്ചു വെക്കപ്പെടാൻ ഇതിൽ വളരെ ആഴത്തിലുള്ള അന്വേഷണം വേണം. ഉണ്ടാവണം. പക്ഷേ ഈ സ്വർണ്ണക്കടത്തിൽ ഗൂഢാലോചന എന്നുള്ള ആ എലമെന്റിലേക്ക് പോയിട്ടേ ഇല്ലോ അന്വേഷണ ഏജൻസി. താങ്കൾ ആർക്ക് എതിരെ നടപടി അവസാനം ചോദിച്ചാൽ അതിലേക്ക് പോയിട്ടേ ഇല്ല അന്വേഷണ ഏജൻസി. അന്വേഷണങ്ങൾ ഓൾമോസ്റ്റ് ഏതാണ്ട് അന്തരിച്ച അവസ്ഥയിലുമാണ്. താങ്കൾക്ക് അത് എന്താണ്, അതൊരു കാലാകാല അന്വേഷണം നാഷണൽ ഹെറാൾഡ് കണ്ടില്ലേ, മറ്റേ കേസ് കണ്ടില്ലേ? വസ്തുതയാണ് പറയുന്നത്. സമർപ്പിച്ച കുറ്റപത്രങ്ങൾ വെച്ചുള്ള വസ്തുതയാണ് പറയുന്നത്. സമർപ്പിച്ച കുറ്റപത്രങ്ങൾ വെച്ചുള്ള വസ്തുതയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ മുന്നിൽ പൊതുസമക്ഷത്തിലുള്ള കോടതി രേഖ പ്രകാരമുള്ള നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറയണം. ഇപ്പൊ താങ്കൾക്ക് അതിൽ അപ്പുറം അറിയാത്ത അന്വേഷണ ഏജൻസികൾ ഇനി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. താങ്കൾ പറയുകയാണെങ്കിലോ ഒക്കെ താങ്കൾക്ക് അറിവുണ്ടാകും. നമുക്കറിയാവുന്ന പൊതുസമക്ഷത്തിനും കേരളത്തിനും അറിയാവുന്ന കോടതിക്ക് അറിയാവുന്ന കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ആ അന്വേഷണമൊന്നും ശരി അവസാനിച്ചിട്ടില്ല എന്നാണ്. ഒഴിവാക്കി കൊടുക്കാൻ പോകുന്നില്ല. ഓക്കെ, CPP മുസ്തഫയിലേക്ക് അബിൻ വർക്കിലേക്ക് ബില്ലേക്ക് ആദ്യം എത്തുമ്പോഴേക്കും അവസാനമായിട്ട് ഒരു സാങ്കേതിക പ്രശ്നം ഉണ്ടായി. അതുകൊണ്ട് പൂർത്തിയായി ഞാൻ ബില്ലേക്ക് എത്താം. ഞാൻ മതിയായ സമയം തരാം അബിനെ. CPP മുസ്തഫ, ഇവിടെ ROC റിപ്പോർട്ടിൽ പറയുന്നത് The finding emerges not solely because the director of Exalogic Solution Private Limited is the daughter of the Chief Minister of Kerala, who directly exercises control over KSIDC and indirectly over CMRL എന്ന് പറഞ്ഞാൽ 125 കോടി രൂപ കൈക്കൂലി കൊടുത്തു എന്ന് പരസ്യമായി സംബന്ധിച്ച കമ്പനിയെ പരോക്ഷമായി നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് എഴുതി വെച്ചിരിക്കുന്നതും രാഷ്ട്രീയം ആണെന്ന് സമ്മതിക്കാം. എല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സമ്മതിക്കാം.
എല്ലാം അന്വേഷണം വരുന്നതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയാം. പക്ഷേ അപ്പോഴും അടിസ്ഥാനമായൊരു ചോദ്യം അവിടെയുണ്ട്. ഈ പറയുന്ന കരിമണൽ കടത്തുന്ന അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കുന്നു പറയപ്പെടുന്ന ഒരു കമ്പനി നാടിൻ്റെ മുഖ്യമന്ത്രിയുടെ പരിസ്ഥിതി മന്ത്രിയുടെ മകൾക്ക് 1.25 കോടി രൂപ കൊടുത്തത് എന്തിനാണ് എന്ന ചോദ്യമുണ്ട്. അവിടെ എന്താണ് വിദഗ്ധോപദേശം കൊടുത്തു എന്ന് പറയുകയാണെങ്കിൽ കരിമണൽ മാർക്കറ്റിങ്ങിൽ ഒരു പരിചയമില്ലാത്ത ടെക്സാലോജി കൊടുത്തു എന്ന് പറയലും MS ഓഫീസും ടാലിയും എക്സലും പോലെയുള്ള ഏത് ഓഫീസിലുമുള്ള സാധാരണ സോഫ്റ്റ്വെയറിന്റെ മെയിൻ്റനൻസ് 1.25 കോടി രൂപ വാങ്ങിച്ചു എന്ന വിദണ്ഡവാദമല്ലാതെ കൃത്യമായ കാരണം മുസ്തഫ ആ മറുപടിയിൽ തീരും ഈ എൻ്റെയർ സാങ്കേതികത എൻ്റെയർ ചർച്ച. മുസ്തഫ ഹാഷ്മി, താങ്കൾക്ക് ഞാനിനി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടയിൽ ചോദിക്കാനുണ്ടാവും. പക്ഷേ ഇടയിൽ ചോദിക്കരുത്. താങ്കൾക്കുള്ള ചോദ്യങ്ങൾ കരുതി വെക്കണം. ഒരു 3-4 മിനിറ്റ് ഫ്ലോ ആയിട്ട് സംസാരിക്കാൻ അനുവദിക്കണം. കാരണം താങ്കളും മറ്റു പാനലിസ്റ്റുകളെല്ലാം കൂടിയിട്ട് ഉന്നയിച്ച പ്രശ്നങ്ങളുണ്ട്. അതൊന്ന് പറഞ്ഞു തീർത്തിട്ട് താങ്കളുടെ ഇടയിൽ വരുന്ന സംശയങ്ങൾ ഉന്നയിക്കണം. അവസാനം താങ്കൾ പറഞ്ഞതിൽ നിന്ന് തന്നെയാണ് ഞാൻ തുടങ്ങുന്നത്. ഇവിടെ ഇപ്പോൾ വിധി പ്രഖ്യാപിക്കാനായിട്ടില്ല. ചില നിരീക്ഷണങ്ങൾ, ചില നിർദ്ദേശങ്ങൾ മോഡി സർക്കാരിൻ്റെ കീഴിലെ വിവിധ ഏജൻസികൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അന്വേഷണത്തിന് ചില സംവിധാനങ്ങൾ, ഇപ്പോൾ ഹൈക്കോടതിയുടെ തന്നെ നിർദ്ദേശപ്രകാരം കമ്പനികാര്യ വകുപ്പിന്റെ കേരളത്തിലെയും കർണാടകത്തിലെയും ചെന്നൈയിലെയും 3 ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. 4 മാസത്തെ സമയം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും കൊടുത്തിട്ടില്ല, 4 മാസമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് സമീപ ഭാവിയിൽ തന്നെ ആ അന്വേഷണ റിപ്പോർട്ട് വരും. EDO അല്ലെങ്കിൽ CBIO അന്വേഷിക്കണമെന്ന് ഇപ്പോൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ബാംഗ്ലൂർ ROC ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാർ, ഇപ്പോൾ BJPയുടെ പ്രതിനിധി പറഞ്ഞു, അവർ കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിലപാടെടുക്കും. വരട്ടെ. അങ്ങനെ അന്വേഷണങ്ങൾ നടത്തുന്നതിനെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ സ്വാഗതം ചെയ്തു. ഇന്ന് താങ്കൾ പറഞ്ഞ സഖാവ് AK ബാലന്റെ രാവിലത്തെ വാർത്താ സമ്മേളനത്തിലും അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു. അന്വേഷിച്ച് കുറ്റക്കാരാണെങ്കിൽ നടപടിയെടുക്കട്ടെ എന്നും ഇന്ന് സഖാവ് AK ബാലൻ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോ കുറ്റക്കാരാണ് എന്ന് വിധിക്കാവുന്ന വിധത്തിലൊന്നും വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത്? ഇതേ ബാംഗ്ലൂരിലാണ് മറ്റൊരു കേന്ദ്ര ഏജൻസി CPMന്റെ മറ്റൊരു നേതാവിന്റെ മകനെ 1 വർഷം ജയിലിൽ അടച്ചത്. അതും അങ്ങേയറ്റം പ്രമാദമായ കേസിൽ, സമൂഹത്തെ ആകെ ബാധിക്കുന്ന വിനാശകരമായ വ്യാപാരത്തിൽ CPMന്റെ നേതാവിന്റെ മകൻ ഏർപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് 1 വർഷം തടവിൽ വെച്ചത്. അന്നും ഹാഷ്മി, താങ്കൾ ഉൾപ്പെടെ ഒരുപാട് ഊക്കിൽ ഇതിനേക്കാൾ ഭീകരമായ പദപ്രയോഗങ്ങൾ നടത്തി ആ നേതാവിനെയും അദ്ദേഹത്തിന്റെ മകനെയും ആക്ഷേപിച്ചിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല. 1 വർഷം കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിലെ കോടതിയുടെ വിധി വന്നു. ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, പറഞ്ഞിരുന്നു. താങ്കൾ പറഞ്ഞിട്ടില്ല. ഉറച്ച ബോധ്യത്തിലാണ് പറയുന്നത്. ഇപ്പോ അന്ന് പറഞ്ഞിരുന്നു. സാർ, എന്റെ കാര്യം എനിക്കറിയാം. എന്റെ കാര്യം ഉറച്ച ബോധ്യത്തിലാണ് ഞാൻ പറയുന്നത്. ഞാൻ തീർക്കട്ടെ. പറയൂ. AK ബാലനെ ഇപ്പൊ ഇരുന്നിട്ട് കമ്പനിയുടെ PRO എന്ന് ആക്ഷേപിച്ചിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കൂടെയുള്ള മറ്റ് പാനലിസ്റ്റുകളോട് പോലും അത് ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞതിൽ തെറ്റുണ്ടോ, അയാൾ PRO പോലെയല്ലേ ഉണ്ടായത് എന്നിപ്പോ ഒരു 10 മിനിറ്റ് മുമ്പ് പറഞ്ഞു വെച്ച താങ്കൾ കോടിയേരി ബാലകൃഷ്ണനോടും മകനോടും എന്തോ നീതി കാണിച്ചു. എന്തൊന്നും കാണിക്കണ്ട, അതെല്ലാം നമുക്കെല്ലാം സമൂഹത്തിന് ബോധ്യമുള്ള കാര്യം തന്നെയാണ്. എന്നിട്ട് ആ കേസിൽ ആ ചെറുപ്പക്കാരൻ കുറ്റവാളിയല്ല, അയാൾ നിരപരാധിയാണ് എന്ന് പറഞ്ഞ് വിധി വന്നപ്പോൾ നേരത്തെ നടത്തിയ ചർച്ചയുടെ ഒരംശം, 100-1 അത് കാണിക്കാനോ പറയാനോ തയ്യാറായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വികാരഭരിതനാവുന്നതും. ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് കമ്പനിയുടെ പ്രതിയായിട്ടല്ല, നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് 24-ൽ നിന്ന് AKG സെന്ററിലേക്ക് വിളിച്ചിട്ട് എക്സാലോജിക്കിന്റെ പ്രതിനിധിയാണോ ആവശ്യപ്പെട്ടത്, CPMന്റെ പ്രതിനിധിയാണോ ആവശ്യപ്പെട്ടത്? ആരെ ആവശ്യപ്പെട്ടത്? താങ്കൾക്കതിൽ സംശയമുണ്ടോ? ഞങ്ങൾ വന്നിരുന്നത്. താങ്കൾക്കതിൽ സംശയമില്ലല്ലോ. എനിക്ക് സംശയമില്ല. എനിക്കതിൽ സംശയമില്ല. VPP മുസ്തഫ CPMന്റെ പ്രതിനിധിയാണ്. എനിക്കതിൽ സംശയമില്ല. എനിക്കതിൽ സംശയമേ ഇല്ല. VPP മുസ്തഫ CPMന്റെ പ്രതിനിധിയാണ്. എനിക്ക് സംശയമില്ല. അങ്ങേക്ക് സംശയമുണ്ടോ? താങ്കളും സഹ പാനലിസ്റ്റുകളും കൂടി അല്പം മുമ്പ് AK ബാലനെ പോലും പറഞ്ഞു വെച്ചത് എന്താ? കമ്പനിയുടെ പ്രതിനിധിയെ പോലെ എന്നാണ്. കമ്പനിയുടെ പ്രതിനിധിയെ പോലെ എന്ന് CPMന് വേണ്ടി പത്രസമ്മേളനം നടത്തിയ നേതാവിനെ ആക്ഷേപിച്ചയാളാണ് ചോദിക്കുന്നത് താങ്കൾക്ക് സംശയമുണ്ടോ എന്ന്. താങ്കൾക്ക് ഉൾപ്പെടെ അത് തന്നെയാ സംശയം. താങ്കൾ ഉൾപ്പെടെ പറഞ്ഞു വെച്ചത് അങ്ങനെ തന്നെയാ. ഞങ്ങളൊക്കെ സംസാരിക്കുന്നത് കമ്പനിക്ക് വേണ്ടിയിട്ടാണെന്ന്. കാര്യം എന്താ? എക്സാലോജിക്കിന്റെ പേര് പറഞ്ഞിട്ടാ ചർച്ച നടക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയേണ്ടി വരില്ലേ? അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ എക്സാലോജിക്കിന്റെ PROയെ പോലെയാണ് എന്ന് പറയുന്നത് ആക്ഷേപിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാ?
എന്നിട്ട് ചോദിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് സംശയം ഉണ്ടോന്ന്. ശരി, താങ്കൾക്ക് തന്നെയാ സംശയം. ശരി, ഇടപെടാതെ കേട്ടു. ഓക്കെ, ശരി, ഞാൻ ഇടപെടാതെ കേട്ടു. താങ്കൾ തന്നെ പറഞ്ഞ ബിനീഷ് കൊടിയേരിയുടെ കേസ്, ബിനീഷ് കൊടിയേരിയുടെ കേസിൽ അന്ന് VPP മുസ്തഫ ഏതെങ്കിലും ചർച്ചയിൽ ഇരുന്നിട്ടുണ്ടോ? അന്ന് ഏതെങ്കിലും CPM പ്രതിനിധി ആ ദിവസങ്ങൾ ഇതുപോലെ ചർച്ചയിൽ വന്നിട്ടുണ്ടോ? അന്ന് പാവം കോടിയേരി ബാലകൃഷ്ണൻ രാജിവെച്ചൊഴിഞ്ഞില്ലേ? മക്കൾ ചെയ്യുന്ന കുറ്റത്തിന് അച്ഛൻ എന്ത് വിളിച്ചു എന്ന് ചോദിക്കേണ്ടി വന്നില്ലേ? CPM നേതാക്കൾ ഒന്നടങ്കം ബിനീഷ് കൊടിയേരിയെ കൈയൊഴിഞ്ഞില്ലേ? ഇപ്പൊ താങ്കൾ പറഞ്ഞ ഹൈക്കോടതി കുറ്റമുക്തനാക്കാൻ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ. അന്ന് ബിനീഷ് കൊടിയേരിക്കും കോടിയേരി ബാലകൃഷ്ണനും നൽകാത്ത നീതി എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ മകൾക്ക് വേണ്ടി വീരോചിതം വാദിക്കുന്നത് എന്നൊരു ചോദ്യമല്ലേ മുസ്തഫ? ഇത് തന്നെയാണ് താങ്കളുടെ ഒക്കെ വൈകൃതം നിറഞ്ഞ ചോദ്യം. അന്നും ഞങ്ങള് സഖാവ് കോടിയേരിക്ക് വേണ്ടി തന്നെയാണ് നിന്നത്. അന്നും സഖാവ് കോടിയേരിക്ക് വേണ്ടി ഒരു CPM പ്രതിനിധിയും ചർച്ചയ്ക്ക് വന്നിട്ടില്ല. അന്ന് സഖാവ് കോടിയേരി ബാലകൃഷ്ണന് വേണ്ടി ഒരു പ്രതിനിധിയും ചർച്ചയ്ക്ക് വന്നിട്ടില്ല മുസ്തഫ. അല്ല, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഒന്ന് പൂർത്തീകരിക്കാൻ സമ്മതിക്കണം. താങ്കൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ താങ്കൾ എന്തിനാ വികാരഭരിതനാവുന്നത്? താങ്കൾ എന്തിനാ ഇങ്ങനെ? നേരത്തെ എന്നോടായിരുന്നു ചോദ്യം, എന്തിനാ താങ്കൾ എന്തിനാ വികാരഭരിതനായിട്ട് ശബ്ദമുയർത്തുന്നത്? അപ്പൊ താങ്കൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, ശരിയായ നഗ്ന സത്യങ്ങൾ ഇതാ ഇവിടെ തുറന്നു പറയുക. ആ നഗ്ന സത്യങ്ങൾ അനാവരണം ചെയ്യപ്പെടുമ്പോൾ വികാരഭരിതനായി താങ്കൾക്ക് മൈക്കുണ്ടെന്ന് കരുതി ശബ്ദമുയർത്തല്ല. അതുകൊണ്ട് ഒന്ന് സമാധാനിക്കൂ. കൃത്യമായിട്ട് തന്നെയാണ് സഖാവ് കോടിയേരി CPMന്റെ നേതാവാണ്. സഖാവ് ബിനീഷ് കോടിയേരി CPMന്റെ പ്രവർത്തകനും കൂടിയാണ്. SFI തൊട്ട് ഞങ്ങൾ അറിയുന്ന പ്രവർത്തകൻ തന്നെയാ. അതുകൊണ്ട് ബിനീഷിനും കോടിയേരിക്കും പാർട്ടി സംരക്ഷണം കൊടുത്തിട്ടുണ്ടോ എന്ന് വളരെ കൃത്യമായിട്ട് ആ കുടുംബത്തിനും അറിയാം, സമൂഹത്തിനും അറിയാം, ഇടതുപക്ഷ മനസ്സുകൾക്കും അറിയാം. ഒന്നുമല്ലെങ്കിൽ ബിനീഷ് കോടിയേരി പാർട്ടി പ്രവർത്തകനാണ്. ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് അല്ലേ? അദ്ദേഹം പാർട്ടി അംഗമാണ്. ആ പാർട്ടി അംഗത്തിന് വേണ്ടി അദ്ദേഹം ഈ പറയുന്ന പോലെ കള്ളക്കേസിൽ കുടുങ്ങിയപ്പോൾ, പിന്നീട് കോടതി പറഞ്ഞല്ലോ കള്ളക്കേസാണ്, പക്ഷേ ED അതിൽ അപ്പീൽ നടക്കട്ടെ. കള്ളക്കേസിൽ കുടുങ്ങിയപ്പോൾ ആ ബിനീഷ് കൊടിയേരിക്ക് വേണ്ടി വീരോചിതം വാദിക്കാൻ ഒരു CPM പ്രതിനിധിയും AK സെന്റർ തന്നിട്ടില്ല മുസ്തഫ. ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. ഞാൻ അങ്ങനെയൊക്കെ എത്താം. അബിൻ വർക്കി ഇവിടെ അങ്ങയുടെ നേതാവ് VD സതീശൻ പറയുകയാണ്, അല്ലെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. ഇത് ശരിയല്ല ഹാഷ്മി, ഞാൻ പറഞ്ഞ സത്യമാണ് ഹാഷ്മി, ശരിയല്ല. കാരണം താങ്കളൊക്കെ ഉന്നയിച്ച ചോദ്യത്തിന്റെ മറുപടി ബാക്കി കിടക്കുന്നത്രേ. ഞാൻ പറഞ്ഞത് സത്യമാണ് മുസ്തഫ. മാറ്റിപ്പോകുന്നത് ശരിയല്ല. ഞാൻ പറഞ്ഞത് സത്യമാണ് മുസ്തഫ. ബിനീഷ് കൊടിയേരിക്ക് വേണ്ടി വാദിക്കാൻ ഒരു CPM പ്രതിനിധിയും ഉണ്ടായില്ല. ഇന്ന് അല്ല, അത് കള്ളമാണെന്നേ, സത്യമാണെന്നേ, സത്യമാണ്. ഏതെങ്കിലും ഒരു ചാനൽ ചർച്ചയിൽ ബിനീഷ് കൊടിയേരിക്ക് വേണ്ടി വാദിച്ച CPM നേതാവിന്റെ ഒരു പേര് പറയുവോ മുസ്തഫ? ഇത് ന്യായമല്ല. ആ കാലത്ത് കോടിയേരി ബാലകൃഷ്ണൻ രോഗകാലത്ത് ബിനീഷ് കൊടിയേരിക്ക് വേണ്ടി ഏതെങ്കിലും ചാനൽ ചർച്ചയിൽ വാദിച്ച ഒരൊറ്റ CPM നേതാവിന്റെ പേര് പറയുമോ മുസ്തഫ? ഒന്ന് VPP മുസ്തഫ തന്നെ. എവിടെയാണ്? ഏത് ചാനലിലാണ്? ഏത് ചാനലാണ് മുസ്തഫ ഇരുന്നത്? ഏത് ചാനലാണ് മുസ്തഫ ഇരുന്നത്? ഇത് കഴിഞ്ഞിട്ട് ആ ചർച്ചയ്ക്ക് CPM പ്രതിനിധികളെ വിടുന്നില്ല എന്ന് നിങ്ങളുടെ പാർട്ടി തീരുമാനമായിരുന്നു. ഞാൻ പറയട്ടെ, പറയാൻ അനുവദിക്കൂ. ഞാൻ അന്ന് സഖാവ് ബിനീഷ് കോടിയേരിക്ക് വേണ്ടി, അല്ലെങ്കിൽ സഖാവ് കോടിയേരിക്ക് വേണ്ടി അല്ല, CPMന് വേണ്ടി ആ വിഷയത്തിൽ സംസാരിച്ചതിന്റെ വീഡിയോ താങ്കൾക്ക് അയച്ചു തരാം. അത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഈ വെല്ലുവിളി ഉയർത്തുന്ന ഹാഷ്മി, അത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് CPMന്റെ ഔദ്യോഗിക തീരുമാനം ആ ചർച്ചയ്ക്ക് CPM പ്രതിനിധികൾ ഔദ്യോഗികമായി വിടേണ്ടതില്ല എന്നതായിരുന്നു മുസ്തഫ. ഇനി അതിനപ്പുറം താങ്കൾ ചർച്ചയ്ക്ക് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഞാനത് കേൾക്കാം. ഞാൻ പറയട്ടെ. താങ്കൾ ഇങ്ങനെ ഈ ഇടയിൽ കയറിയിട്ട് താങ്കൾ എന്തോ വലിയ സ്ഥാപിച്ചു എന്ന് ക്ഷമിക്കണ്ട. ഞാൻ ആ കാലത്ത് നടത്തിയ, ഞങ്ങൾ ഉൾപ്പെടെ പല CPM നേതാക്കളും, ഞാൻ മാത്രമല്ല പല CPM നേതാക്കളും നടത്തിയ ചർച്ചയുടെ വീഡിയോ പക്ഷെ ഇപ്പോ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് എടുത്തുതരാൻ കഴിയില്ല. ഇത് കഴിഞ്ഞിട്ട് 10 മണിക്ക് മുമ്പേ ഹാഷ്മിക്ക് ഞാൻ അയച്ചിരിക്കും. കഴിഞ്ഞ ദിവസം രാത്രി ഹാഷ്മി എന്നെ വിളിച്ചതുപോലെ അത് കിട്ടിയാൽ വിളിക്കണം. ഞാൻ വിളിക്കും. ഉറപ്പായും വിളിക്കും. ഇന്നത്തെ വിഷയം താങ്കൾ മാത്രം സംസാരിച്ചോണ്ടിരിക്കരുത്. താങ്കൾ മതിയ സമയം ഇന്നത്തെ വിഷയത്തിലേക്ക് വാ. ഒന്ന് പറഞ്ഞു പൂർത്തി. ഇന്നത്തെ വിഷയം പറഞ്ഞില്ല. പറയൂ. ഇന്നത്തെ വിഷയത്തിലേക്ക് വരണം.
പറയൂ. ഇന്നത്തെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കേന്ദ്ര ഏജൻസികൾ മോഡി സർക്കാരിന്റെ കാലത്ത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് താങ്കൾ ഉൾപ്പെടെ നേരത്തെ സൂചിപ്പിച്ചു. ഡൽഹി, ബീഹാർ, പിന്നെ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ, തമിഴ്നാട്ടിൽ കാർത്തി ചിദംബരത്തിനെതിരെ, ഇന്ന് സ്റ്റാലിനെതിരെ, കർണാടകത്തിൽ DK ശിവകുമാറിനെതിരെ എങ്ങനെയാണ് BJP വിരുദ്ധ പ്രതിപക്ഷ നേതാക്കളെ ഇന്ത്യയിലാകെ ഈ അന്വേഷണ ഏജൻസികൾ വേട്ടയാടുന്നത്? ആ വേട്ടയാടലിന്റെ ഭാഗമല്ലേ ശ്രീ പിണറായിക്കെതിരെയുള്ള ഈ നീക്കം? അത് കേരളത്തിൽ മാത്രം ഇഡിയും അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികളും നടത്തുന്നത് ന്യായം. അത് പിണറായി കള്ളനായതുകൊണ്ടാണ്. സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ പ്രേരിതം. ഈ നിലപാട് ശരിയാണോ? ശരിയല്ല. മാത്രമല്ല ഈ പറഞ്ഞ ശിവകുമാറിന് കിട്ടിയ പോലെ കെജ്രിവാളിന് കിട്ടിയ പോലെ ഒന്നും നോട്ടീസ് കിട്ടിയിട്ടില്ല, കിട്ടാതിരിക്കട്ടെ. BJP വിരുദ്ധ മുന്നണിയുടെ പ്രധാന അന്വേഷണ ഏജൻസികളുടെ നീക്കമാണിത്. അബിൻ വി ഡി സതീശൻ പറയുകയാണ്, കൊൽക്കത്തയിൽ ജ്യോതി ബസു സെന്ററിന്റെ ഉദ്ഘാടനത്തിന് റദ്ദാക്കിയാണ് പ്രധാനമന്ത്രി സ്വീകരിക്കാനായി മുഖ്യമന്ത്രി എത്തിയത്. പിന്നെ രണ്ടുപേരുടെയും കൈകൾ ചേർത്ത് വെച്ചുള്ള നിൽപ്പുണ്ടല്ലോ, അത് കൃത്യമായ ആശയവിനിമയം നടത്തുന്നു. എന്താണ് ആ ചിത്രം എന്ന് മനസ്സിലാക്കി നോക്കിയാൽ മതി. ഇരട്ടച്ചങ്കൻ അണികളെ കൊണ്ട് വിളിപ്പിച്ചിരിക്കുന്ന ഈ മുഖ്യമന്ത്രി ഇത്രയും നല്ല മനുഷ്യനായി എളിമയോടെ നിൽക്കുന്ന ആ ചിത്രം കണ്ടപ്പോൾ എത്ര വ്യാഖ്യാനങ്ങൾ ഉണ്ടാകാം, നിങ്ങളൊക്കെ തന്നെ വ്യാഖ്യാനിക്കുക. സതീശൻ പറയുകയാണ്, എന്തൊക്കെ ഉണ്ടെങ്കിലും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വരുമ്പോൾ മുഖ്യമന്ത്രി പോയി സ്വീകരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്, ദൗത്യമാണ്. അതിനെ ഇതിനോട് ചേർത്ത് കെട്ടിയത് ശരിയായോ അബിൻ? ഹാഷ്മി, ഒന്നാമത് ഈ ചർച്ച തുടങ്ങി ഏതാണ്ട് 50 മിനിറ്റ് കഴിഞ്ഞു. CPM പ്രതിനിധി ബിനീഷ് കോടിയുടെ കാലഘട്ടം തൊട്ട് പഴയ ചരിത്രം പറഞ്ഞെങ്കിലും ഞാൻ ചോദിച്ച ചോദ്യം ഒന്നും പറഞ്ഞില്ല. ഒന്നാമത്തെ ചോദ്യം എന്താണ് സേവനം, അത് CPM-ന്റെ പ്രതിനിധിക്കും പറയാൻ പറ്റില്ല. രണ്ടാമത്തെ ചോദ്യം എന്തുകൊണ്ടാണ് എക്സാലോജിക് കമ്പനിയുടെ ഡയറക്ടറായ ശ്രീമതി വീണ വിജയൻ കമ്പനി കൊടുത്ത അഡ്രസ്സ് AKG സെന്ററിന്റെ അഡ്രസ്സായി മാറിയത്? ആ ചോദ്യത്തിന് അദ്ദേഹത്തിന് ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല. ഇനി മൂന്നാമത്തെ ചോദ്യം, ഇവിടെ ബഹുമാനപ്പെട്ട BJP നേതാവായ ശ്രീ പത്മനാഭൻ അവറുകൾ ഇവിടെ പറഞ്ഞു, എന്താണ് ഇവിടെ അന്വേഷിച്ചോളാം, ഞങ്ങൾ ROCയുടെ റിപ്പോർട്ട് തന്നെയാണ് ഹാഷ്മി. ROCയുടെ റിപ്പോർട്ട് ഇവർ ഈ കണക്കുകൾ പരിശോധിച്ചതിൽ വെച്ച് 129, 134, 143 എന്നീ അബിൻ എന്തോ ചെറിയ പ്രശ്നം പിന്നെയുണ്ട്. ശ്രീ VPP ശ്രീപത്മനാഭൻ, ഇവിടെ അബിനിലേക്ക് പിന്നെ എത്താൻ കഴിയുന്നില്ല. അവിടെ എന്തോ സാങ്കേതിക പ്രശ്നമുണ്ട്, പരിഹരിക്കാൻ തീവ്രമായി ശ്രമിക്കുന്നുണ്ട്. റേഞ്ച് പ്രശ്നം എന്തോ ആണ്, പരിഹരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീപത്മനാഭൻ, ഇവിടെ ഈ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ 1.25 കോടി രൂപ മാത്രമല്ലെന്നേ ഞാൻ ആദ്യം ഷോണിനോട് ചോദിക്കുന്നത് 135 കോടിയാണ്. എന്നിട്ട് ആ കമ്പനി തന്നെ പറയുകയാണ്, ഇവിടെ കമ്പനി ഇവർ പരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ, വലിയ എതിർപ്പുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആ എതിർപ്പുകൾ തരണം ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് 135 കോടി രൂപ കൊടുക്കണം. രാഷ്ട്രീയ നേതാക്കൾക്ക്, മാധ്യമങ്ങൾക്ക്, ആരാധനാലയങ്ങൾക്ക് 135 കോടി എന്ന് പറഞ്ഞാൽ അതും പരിമിതമായ കാലയളവിൽ 135 കോടി എന്ന് പറഞ്ഞാൽ എന്തൊരു ഭീമമായ തുകയാണ്. അന്വേഷണം വേണ്ടേ ശ്രീപത്മനാഭൻ? ഈ കൈക്കൂലി കൊടുത്ത ആർക്കൊക്കെയാണെന്ന് അന്വേഷണം ഉണ്ടാവണ്ടേ? കൈക്കൂലിയിൽ കൂടി ആ കമ്പനി നേടിയെടുത്ത നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ 10 രൂപ മുടക്കിയാൽ 100 രൂപ നേടുമെന്ന് അറിയാത്ത ആളല്ല, അല്ലെങ്കിൽ 100 രൂപ വാങ്ങിയെടുക്കാൻ അറിയാത്ത ആളല്ല കർത്ത. അങ്ങനെയുള്ള കർത്ത 135 കോടി രൂപ മുടക്കി തിരിച്ചു പിടിച്ച കോടികൾ എത്രയാണെന്ന് അന്വേഷണം വേണ്ടേ? അത് ഈ പറയുന്ന ROC നടത്തിയാൽ പറ്റുമോ? തീർച്ചയായിട്ടും പോരാ. അതുകൊണ്ടല്ലേ CBIയും ED അന്വേഷിക്കണമെന്ന് അവർ തന്നെ പറഞ്ഞത്. അവർ തന്നെയല്ലേ പറഞ്ഞത്. ഇത് ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ടിപ്പ് ഓഫ് എ ഐസ്ബർഗ് കണ്ടെത്തിയത് സെറ്റിൽമെൻറ്റ് ബോർഡാണ്. അതിൽ നിന്ന് ROC ഇപ്പോൾ കുറച്ചും കൂടി ആഴത്തിലേക്ക് പോയി. അപ്പോൾ അവർ പറഞ്ഞു, ഇപ്പോൾ അവരെന്തിനാണ് CBI ED അന്വേഷണം വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്? അവർക്കറിയാം ഇത് മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ടാവും, കൈക്കൂലി നടന്നിട്ടുണ്ടാവും, പൊതുപ്രവർത്തകർ അഴിമതി നടത്തിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് CBIനെ വിളിക്കുന്നത്. അപ്പോൾ ആ വഴിക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആ വഴിക്ക് തന്നെ കാര്യങ്ങൾ പോകും. പക്ഷേ അതിന് സമയം നിശ്ചയം നമ്മൾ ഇവിടുന്ന് നിശ്ചയിച്ചിട്ട് ഇത്ര ദിവസത്തിൽ നടക്കണം എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. അപ്പോൾ ഇത് കൃത്യമായ രീതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികൾ തന്നെയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ അവന് ഒരു വാക്ക് കൂടി പറയട്ടെ. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയെ വെറുതെ വിട്ടുന്നു. ഇതാരാ പറഞ്ഞത്? ഓഗസ്റ്റ് മാസം 2023 10-ാം തീയതി സ്റ്റേ ചെയ്തു കർണാടക ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച്. അത്രയല്ലേ ഉണ്ടായിട്ടുള്ളൂ. സ്റ്റേ ചെയ്തല്ലേ? സ്റ്റേ ചെയ്താൽ വെറുതെ വിടുക. കേസ് എത്ര തവണ സ്റ്റേ ചെയ്തു? അത്രയൊന്നും അല്ല സാർ. എന്ന് പറഞ്ഞാൽ അതൊരു ഗുരുതരമായ മയക്കുമരുന്ന് കേസായിരുന്നു കേട്ടോ. മയക്കുമരുന്ന് വിറ്റ കേസൊന്നും. ലാസ്റ്റ് EDയുടെ ഈ പറയുന്ന എന്തോ കള്ളപ്പണത്തിലേക്ക് ചുരുങ്ങി അതിൽ ഹൈക്കോടതിയിലേക്ക് പോയി, എന്നിട്ട് കുറ്റമുക്തനാക്കി ED അപ്പീൽ പോയതാണ്. അവിടെ ED അപ്പീലിലാണ്.
എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് വിറ്റ കേസിൽ നിന്നാണ് ഇറങ്ങി വന്നത്. അല്ല, ഹൈക്കോടതി തീരോ? സാർ, മയക്കുമരുന്ന് വിറ്റ് കേസിൽ നിന്ന് ഇറങ്ങി വന്നു. ഗുരുതരമായ മയക്കുമരുന്ന് വിറ്റ കേസിൽ നിന്നും പടിയിറങ്ങി വന്ന് ഏതോ സാമ്പത്തിക ഇടപാട് വരെ എത്തി. ഞാൻ ചോദിക്കട്ടെ, അത് ഇറങ്ങാൻ പോവാ ഹൈക്കോടതിയുടെ വാദങ്ങൾ വെച്ച് നോക്കുമ്പോൾ. സിംഗിൾ ബെഞ്ചിൽ അവസാനിക്കോ? അങ്ങനെയാണെങ്കിൽ ഒരു കേസ് അവസാനിക്കില്ല. അവസാനിക്കോ ഈ ലോകം? ഹൈക്കോടതി അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു കേസ് അവസാനിക്കില്ലോ. സബ് ഡിവിഷൻ ബെഞ്ച് ഉണ്ട്, പിന്നെ സുപ്രീം കോടതി അവസാന നീതി പറഞ്ഞാൽ അതിലുള്ള റിവിഷൻ ഹർജിയുണ്ട്. അങ്ങനെ പോവില്ലേ? അങ്ങനെ ഏത് കേസ് അവസാനിക്കുക? അതാ ഞാൻ പറഞ്ഞത്. ഇവിടെ ഏതൊക്കെ ഇപ്പൊ ചേട്ടെ, സ്വരാജും ബാബുവും തമ്മിലുള്ള കേസിൽ ഇന്നലെ ബാബുവിന് അനുകൂലമായ ഒരു തീരുമാനം വന്നു. മുന്നേ ഹൈക്കോടതിക്ക് നിന്നും സ്വരാജിന് അനുകൂലമായ തീരുമാനം വന്നു. ഇത് സുപ്രീം കോടതി പോയിട്ടേ തീരുമാനമാവുള്ളൂ. ഇത്തരത്തിലുള്ള വലിയ വലിയ കേസുകളുടെ അന്തിമ തീരുമാനം സുപ്രീം കോടതി ആവുള്ളൂ. അത് നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയുടെ സ്വഭാവമാണ്. മയക്കുമരുന്നൊക്കെ അന്വേഷണത്തിന് വിട്ടു. വലിയ വലിയ കേസൊന്നും പറയല്ലേ. മയക്കുമരുന്നൊക്കെ ഗുരുതരാരോപണം അന്വേഷണത്തിന് വിട്ടു. വാദം അവര് തന്നെ വിട്ടു. പിന്നാണോ? ശരി ഞാൻ എത്താം. അബിൻ എനിക്ക് ദൗർഭാഗ്യമാണ്. 2 തവണയും സാങ്കേതിക പ്രശ്നം ഉണ്ടായി. അവിടെ റേഞ്ച് പ്രശ്നമാണ്. അബിൻ പറഞ്ഞു പൂർത്തിയാക്കും. ഞാൻ ആദ്യം പറഞ്ഞു വന്ന കാര്യങ്ങൾ ഇത്രയായിരുന്നു. ഒന്ന്, നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ ഇടതുപക്ഷത്തിന് സാധിക്കുന്നില്ല. ഒന്ന്, എന്തായിരുന്നു സേവനം എന്നുള്ളത് ഇതേവരെ ഉത്തരം പറഞ്ഞിട്ടില്ല. 2, മുഖ്യമന്ത്രി മക്കൾ ഇതിനകത്ത് എന്താണ് നടന്നത് എന്നതിനെ പറ്റി ഒരു വിശദീകരണം നൽകാൻ ഇതേവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. 3, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീ വി. സതീശൻ ഉന്നയിച്ച ആരോപണം എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ ROC തന്നെ ഇപ്പൊ ബഹുമാനപ്പെട്ട BJ പാർട്ടിയുടെ നേതാവായ ബഹുമാനപ്പെട്ട ശ്രീ പത്മനാഭൻ ഇവിടെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ EDയോ CBIയോ അന്വേഷിക്കണം, ഇതിൽ PMLA ആക്ട് ഉൾപ്പെടെയുള്ള കേസുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഏതോ കമ്പനി ഡയറക്ടറെ കൊണ്ട് അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറിയെ കൊണ്ട് അന്വേഷിക്കാൻ ഉത്തരവിട്ട BJ പാർട്ടിയുടെ ഇന്റൻഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത്. ഞങ്ങൾ ശ്രീ വി. സതീശൻ ഇന്ന് ഉന്നയിച്ച കാര്യം, ജ്യോതി ബസുവിന്റെ പേരിലുള്ള ഒരു സ്റ്റഡി സെന്റർ ഉദ്ഘാടനം ആരൊക്കെയാണ് നടത്തുന്നത്? ശ്രീ സീതാറാം യെച്ചൂരി ഉൾപ്പെടെ, ബിമൻ ബോസ് ഉൾപ്പെടെ CPM നേതാക്കൾ അമ്പലപ്പറമ്പിലെ കള്ളനെ പിടിക്കുമ്പോൾ കള്ളൻ കൈകൂപ്പി നിൽക്കുന്ന ചിത്രത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രി P. രാജീവ് മാത്രം പോകേണ്ട ഒരു സ്ഥലത്ത് മുഖ്യമന്ത്രി തന്നെ ഇത്ര വലിയ കേന്ദ്ര വിരുദ്ധതയും RSS വിരുദ്ധതയും മോദി വിരുദ്ധതയും പറയുന്ന CPM-ന്റെ മുഖ്യമന്ത്രി പോയി കൈകൂപ്പി സോണിയാഗാന്ധിയെ രാഹുൽ ഗാന്ധിയെ പിടിച്ചപ്പോഴോ അവരാരും കൈകൂപ്പി വെക്കാൻ ഇവിടെ പോയിട്ടില്ല. ഓക്കെ സാങ്കേതിക പ്രശ്നം ഉണ്ടായി. അവർ കാര്യമായി സംസാരിക്കാൻ സമയം കിട്ടിയില്ല. അതിനടുത്ത ചർച്ചയിൽ പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യും. എന്തായാലും ഇത് തുടരും എന്ന പറഞ്ഞാൽ ROCയുടെ കൂടുതൽ ഉൾപ്പെടുത്തലൊക്കെ വരാൻ പോകുന്നു, കൂടുതൽ അന്വേഷണമൊക്കെ വരാൻ പോകുന്നു. ഏത് തരത്തിലേക്ക് ഏത് അളവിലേക്ക് അന്വേഷണം പോകാൻ പോകുന്നു അറിയേണ്ടതുണ്ട്. നമുക്ക് വീണ്ടും ഇരിക്കേണ്ടി വരും. എന്തായാലും എൻകൗണ്ടർ പൂർണ്ണമാവുന്നു.